നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. പക്ഷെ ഇപ്പോ ഈ പഠിപ്പിച്ചത് ഇന്ന് പ്രത്യേക ഡിഫറെന്റ് ആണ്. പഠിച്ച ആൾക്കാർ അതില്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് വാക്കുകൾ. ഇപ്പൊ ഞാനിപ്പോ പറയുമ്പോൾ ചിലപ്പോൾ അവന്റെ വായ കൊണ്ടായിരിക്കാം ഓരോ സെഷൻ എടുക്കുമ്പോഴൊക്കെ. പക്ഷെ ഇന്ന് സംസാരിക്കുന്നവർ മൊത്തം ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരാണ്. കാരണം അവരുടെ ഫീലിങ്സ്, ഇതിൽ അവർക്ക് കിട്ടിയുള്ള എക്സ്പീരിയൻസ്, ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോ നമ്മളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഇടയ്ക്ക് നമ്മൾ വേദനിപ്പിക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? കാരണം ഇതിൽ വന്നിട്ട് അത്രയ്ക്ക് 100% സക്സസ് ആയവരുടെ കുറച്ച് ആൾക്കാർ ഞാൻ പിന്നെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോ ആൾക്കാർക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് വീഡിയോ ഓണാക്കി സംസാരിക്കാം. പക്ഷേ 2 മിനിറ്റ് 3 മിനിറ്റോ 5 മിനിറ്റോ ഒന്നും ഇല്ല. നിങ്ങൾക്ക് സംസാരിക്കുന്ന ഫുള്ള് ഫ്രീഡം ഉണ്ട്. കാരണം ഞാൻ എന്റെ കുറെ കാലമായിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഇത് വരുന്നതിന് മുമ്പായിട്ട് എവിടെയെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കാനുള്ള അവസരം വേണം എന്നുള്ളതാണ്. ഒരുപാട് ക്ലബിലും മറ്റു മീറ്റിങ്ങിലും ഒക്കെ ഞാൻ പിന്നെ എന്താ പറയാ അംഗമുണ്ട്, പക്ഷെ മുമ്പ് സംസാരിക്കൂല കേട്ടോ. പക്ഷെ ഇവിടെ എത്തിയതിനു ശേഷം എനിക്കും ഒരുപാട് സംസാരിക്കാൻ അവസരം കിട്ടി. എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം അത് ആയിരുന്നു. പക്ഷെ ഇവിടെയും ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് സംസാരിക്കണം, പക്ഷെ പറയാൻ പോലും ഒരു കോൺഫിഡൻസ് ഇല്ല ആൾക്കാർ. പക്ഷെ നിങ്ങൾ എല്ലാവരും നമ്മൾ കൂടിയാണ് അസോസിയേറ്റ് ആയിരിക്കുന്നത്, ഷാജി സാറിന്റെ ഓർഗനൈസേഷൻ അസോസിയേറ്റ് ആയിരിക്കുന്നത്. യാതൊരു കാരണവശാലും പഠിക്കാനില്ല. എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റും പേഴ്സണൽ ഡെവലപ്മെന്റും അറിവുകളൊക്കെ നേടിക്കൊണ്ട് നല്ല ബിസിനസ് ഇവിടെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് സാജിദ് ദാവൂദിനെയാണ്. ഞാൻ പിന്നെ അവരെ പരിചയപ്പെടുത്തുന്നില്ല, കാരണം അവർ തന്നെ പരിചയപ്പെടുത്തുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അയക്കുന്നത്. ഞാൻ ഓരോ ആളും അവർ തന്നെ പരിചയപ്പെടും. ഷാജിദ ദാവൂദ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഞാൻ പറയുന്നു ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാനുള്ള ഒരു അവസരം തന്നതിന് എല്ലാ ലീഡേഴ്സിനോടും ഞാൻ നല്ലൊരു എന്താ പറയുക വലിയൊരു താങ്ക്സ് പറയാണ്. പലരും എന്നെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഈ ശബ്ദം കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്. എന്റെ പേര് സാജിദ ദാവൂദ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കാളത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയായി കണക്ട് ആയിട്ട് ഇപ്പോ 1.5 മാസത്തോളായിട്ടുള്ളൂ. അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇങ്ങനെ സംസാരിക്കുന്നതിനാണ്. ഇത്രയും ആളുകളുടെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കണക്ട് ആയപ്പോഴാണ്. അപ്പൊ അതിനാദ്യം തന്നെ ഞങ്ങൾക്ക് ഈ 3 ആൾക്കാരോടാണ് നന്ദി പറയാനുള്ളത്. ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് എന്റെ പ്ലെയിൻ ആയിട്ടുള്ള മഹേഷ് സാറിനോടാണ്. അദ്ദേഹത്തിന്റെ ഒരു ഏഡ് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണക്ട് ആയത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെസ്റ്റേജ് എന്നുള്ള കമ്പനിയെ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല. ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആഡ് കണ്ടിട്ട് അതിൽ കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് തന്നെ അദ്ദേഹത്തിനോടാണ് ഞാൻ വലിയൊരു താങ്ക്സ് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഒരു സംസാരിക്കാനുള്ള ഒരാളാക്കി എന്നെ മാറ്റിയെടുത്തത് 2 വ്യക്തികളാണ്. വേറെ ആരല്ല, നമ്മുടെ ക്രൗൺ ഡയറക്ടറും ഓർഗനൈസേഷൻ ഹെഡായിട്ടുള്ള ഷാജി മിത്തൽ സാറാണ്. അദ്ദേഹം ഓരോ തവണയും എനിക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും, അല്ലെങ്കിൽ ഞാൻ എന്റെ സംസാരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്ന ഒരാളാക്കി മാറ്റിയത് ഷാജി സാറാണ്. അതുപോലെ തന്നെ പങ്കുള്ള ഒരാളും കൂടി ഉണ്ട്, നീതു മേഡാണ്. അപ്പൊ അവർ രണ്ടാളോടും വലിയൊരു താങ്ക്സ് പറയാണ്. അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി എനിക്ക് ഡെവലപ്മെന്റ് ചെയ്തെടുക്കാൻ പറ്റി. അവര് കാരണമാണ് പറ്റിയിട്ടുള്ളത്. അപ്പൊ അവര് 3 ആളോടും വലിയൊരു താങ്ക്സ് പറയണ ഞാന്. പിന്നെ എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാണെങ്കിൽ ഞാൻ ഇതിലൊരു പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒരു 10 മാസം മുൻപ് എനിക്ക് ഹെഡില് ഞാൻ ഒരു നമ്മുടെ രാവിലത്തെ ഒരു സെക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ പറയാണ്. എനിക്ക് ഒരു 10 മാസം മുൻപ് ഹെഡിൽ ഒരു വലിയൊരു സർജറി കഴിഞ്ഞു. എറണാകുളം അമൃത ഹോസ്പിറ്റലായിരുന്നു ഒരു സർജറി നടന്നത്. CSF റൈനോറിയ എന്നാണ് അസുഖത്തിന്റെ പേര്. അത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മാസമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം തൊട്ട് എനിക്ക് ഈ ഒരു ഇടത് സൈഡ് ഭയങ്കരമായിട്ട് വേദനയും വളരെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളായിരുന്നു. എന്താ പറയാ, അങ്ങനെ സംസാരിക്കാൻ പോയിട്ട് ഒരാളോട് മിണ്ടാൻ വരെ താല്പര്യമില്ലാത്തൊരു മൈൻഡ്, വല്ലാത്തൊരു പ്രയാസമായിരുന്നു എനിക്ക്. വേദനയൊക്കെ കാരണം ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഞാൻ വന്നത്. അപ്പൊ കണക്ട് ആയി. അപ്പോ ഫസ്റ്റ് ഞാൻ പർച്ചേസിങ്ങിന് പോയപ്പോ നമ്മുടെ സുധീഷ് സാറായിരുന്നു, ആളുടെ ഷോപ്പിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പർച്ചേസിങ്ങിന്. അവിടെ ചെന്ന് സാറിനെ കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചപ്പോ എനിക്ക് തോന്നി എനിക്ക് എന്റെ ഈ ഒരു പ്രശ്നത്തിനുള്ള എന്തെങ്കിലും പരിഹാരം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ സാറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പൊ സാർ എനിക്ക് അന്ന് തന്നത് ഗ്ലൂക്കോസമൈൻ എന്ന് പറഞ്ഞ നമ്മുടെ സപ്ലിമെന്റ് ആണ് തന്നത്. അപ്പൊ സാറ് തരുമ്പോ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരു തവണ കഴിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, നിങ്ങളത് കുറച്ച് നാൾ അടുപ്പിച്ചൊന്ന് കഴിക്കണം, എങ്കിലാണ് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി.
അപ്പൊ അതനുസരിച്ച് ഞാൻ അത് വാങ്ങിക്കൊണ്ടുവന്നു കഴിച്ചു. കഴിച്ചപ്പോ എനിക്ക് വല്ലാതെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾക്കൊക്കെ വളരെ ഒരു സമാധാനം തോന്നി. പക്ഷെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അടുത്ത പർച്ചേസിങ്ങിന് പോയപ്പോ ഞാൻ എന്ത് ചെയ്തു, അതിന് മുമ്പായിട്ട് നമ്മുടെ ഷാജി സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് സാറേ, അപ്പൊ ഞാൻ ഇതിൽ കൂടെ ഏത് സപ്ലിമെന്റ് കൂടെ ഒക്കെ ഞാൻ കഴിക്കേണ്ടത്, എനിക്ക് ഒരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ട് എന്താ കഴിക്കേണ്ടത് ചോദിച്ചു. സാർ എനിക്ക് പറഞ്ഞു തന്നു, ഫ്ലാക്സ് ഓയിലും നമ്മുടെ CMD ഈ മൂന്നും കൂടിയിട്ട് ഗ്ലൂക്കോസമൈനും കൂടിയിട്ട് ഒരുമിച്ച് കഴിക്കാൻ പറഞ്ഞു. അത് കഴിച്ചു. അതോടുകൂടിയിട്ട് അത് കഴിച്ച ഒരു മാസമായിട്ടില്ല, അപ്പോഴത്തേക്ക് എന്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വളരെയധികം സമാധാനമായി, ആ വേദനകൾക്കൊക്കെ പോയി. ഇപ്പൊ എന്താ പറയാ, വളരെ ഹാപ്പിയാണ് ഞാൻ. കാരണം എന്റെ ഫാമിലിയുടെ സപ്പോർട്ടും എല്ലാതും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണക്ട് ആയി മുന്നോട്ട് പോണേല് എന്താ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എനിക്ക് ഫസ്റ്റത്തെ ഇൻകം എന്ന് പറയുന്നത് ചെറിയൊരു തുകയാണ് കിട്ടിയതാണെങ്കിലും രണ്ടാമത്തെ പ്രാവശ്യത്തെ എനിക്ക് ഇൻകം വന്നത് 612 രൂപ കിട്ടി. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു പൈസയാണ്. കാരണം ഞാൻ വെറുതെ ഒന്നും ചെയ്യാതെ, ഞാൻ സാധാരണ ഒരു ഹൗസ് വൈഫാണ്, പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല. അപ്പോ അങ്ങനെയുള്ള എനിക്ക് അത്ര കിട്ടിയെന്ന് പറയുമ്പോൾ അത് വലിയൊരു എന്താ പറയാ, വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തർക്കും ഇതുപോലെ ഒരുപാടുണ്ടാവും പറയാനായിട്ട്. അപ്പൊ ഈ ഇത്രയും ലീഡേഴ്സിന്റെ ഇടയിൽ എന്നെ സെലക്ട് ചെയ്തെടുത്തില്ലേ, അതിന് തന്നെ ഏറ്റവും വലിയൊരു നന്ദി പറയണം, എനിക്ക് പറയാനൊരു അവസരം തന്നതിന്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ നല്ല രീതിയിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുക. നെഗറ്റീവ് മൈൻഡ് ഒന്നും ആർക്കും വേണ്ട, എല്ലാവരും പോസിറ്റീവ് ആയിട്ടിരിക്കുക. കാരണം നമ്മുടെ ഷാജി സാർ പറയാറുണ്ട്, നമ്മൾ എല്ലാവരും ഒരു LKG സ്റ്റുഡൻസിന്റെ പോലെ ഇരിക്കണമെന്ന്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഒരു LKG സ്റ്റുഡൻസിനെ പോലെ ഇരുന്നിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ പഠിക്കുക. എല്ലാവർക്കും വിജയം ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവർക്കും വിജയിക്കാനുള്ള ഒരു അവസരമാണിത്. അപ്പൊ ആരും ഇത് മിസ് ചെയ്യാതെ ഇത് ചേർത്ത് പിടിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ്. താങ്ക് യു. താങ്ക് യു സാജിദ മാഡം, താങ്ക് യു വെരി മച്ച്. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവര് അടുത്ത ഞാൻ ജോയിൻ ചെയ്തേ ഉള്ളൂ. വളരെ, കാരണം നമ്മുടെ ടീമിന്റെ സപ്പോർട്ടാണ്, ടീമിന്റെ ഓരോ സപ്പോർട്ടുകളും നമ്മളെ ഓരോ ആൾക്കാർക്കും എന്താ പറയാ, ഒരു എനർജി കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് മെയിൻ ആയിട്ട് ഒരാൾക്ക് വേണ്ടത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്, വ്യക്തിത്വ വികസനം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് നേടിയെടുക്കാൻ പറ്റും. അത് നേടിയെടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഞാൻ പിന്നെ എന്നെ പരിചയപ്പെടുത്താൻ നേരത്തെ വിട്ടുപോയിരുന്നു. എൻ്റെ പേര് സുരേഷ്, ഞാൻ കാസർഗോഡാണ് നാട്ടില്. അതിൽ ദുബായിലെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് സീന മേഡത്തിനെയാണ്. സീന മേഡം ഉണ്ടല്ലേ, പ്ലാറ്റ്ഫോമിൽ ഉണ്ടല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ, സംസാരിക്കാവോ? ഓക്കെ സാർ. എൻ്റെ പേര് സീന സനു, പത്തനംതിട്ടയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. എനിക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ സപ്ലിമെന്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ മുടി പൊഴിഞ്ഞു പോകുന്ന ഭയങ്കര പ്രശ്നം. അതിന് ഞാൻ പിന്നെ ഹെയർ ഫോൾ ഷാമ്പു, നമ്മുടെ ഹെയർ ഓയിൽ കഴിച്ച് മാറ്റങ്ങളുണ്ട്. തലമുടിയൊക്കെ കിളിച്ച് വരുന്നുണ്ട്. പിന്നെ അസുഖത്തിനാന്നേലും മാറ്റങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്നെ എൻ്റെ മോഹനൻ ചേട്ടൻ, എൻ്റെ കസിൻ ബ്രദറാണ്, മോഹനൻ ചേട്ടനാണ് എന്നെ ഇതിലോട്ട് പിന്നെ ഇൻവൈറ്റ് ചെയ്തത്. എല്ലാ സപ്പോർട്ടും എനിക്ക് നീതുവാണ് തന്നത്. ഒരു ചേച്ചിയോടെന്ന പോലെയാണ് എന്നോട് അവള് പെരുമാറുന്നതും സഹകരിക്കുന്നതും. എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും അവളോട് പറയും, അവൾ അതിനുള്ള സൊല്യൂഷൻ തരും. പിന്നെ ഞാൻ ഹാപ്പിയാണിപ്പം. പിന്നെ ഇപ്പം പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ തൊണ്ടയ്ക്ക് എന്തോ ഇരിക്കുന്ന പോലൊക്കെ തോന്നുന്നു പറഞ്ഞു. അതിന് ഞാൻ പിന്നെ പഞ്ചതുളസി കൊടുത്തു, അതിന് മാറ്റമുണ്ട്. ശ്വാസം മുട്ടലിന് റെസ്പോക്കെയർ കൊടുത്തു, അതിന് മാറ്റമുണ്ട്. പിന്നെ അമ്മാവിയമ്മയ്ക്ക് മുട്ടിന് പ്രോബ്ലം ആയിരുന്നു, അതിന് ഞാൻ സപ്ലിമെന്റ് കൊടുത്തു, അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കൊക്കെ പിന്നെ തല കറങ്ങുന്നെന്ന് പറയുന്നത് കൊണ്ട് ഒരു നേരമൊക്കെ കഴിക്കുന്നുള്ളൂ, എന്നാലും വേദനയ്ക്ക് ആശ്വാസം ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഹാപ്പിയാണ്. ഏറ്റവും കൂടുതൽ താങ്ക്സ് ഷാജി സാറിനോടും ഉണ്ട്, നീതു മാഡത്തിനോടും ഉണ്ട്. നീതുവാണ് എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് പിന്നെ ഒരു ലീഡറായിട്ട് MC ചെയ്യാനും ഒക്കെ സപ്പോർട്ട് ചെയ്ത്, പിന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഞാനിങ്ങനൊന്നും വേദിയിലൊന്നും സംസാരിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്, ഒരു വീട്ടമ്മയാണ്. എനിക്ക് അതിനൊരു അവസരം കിട്ടി, ഈ ഓപ്പർച്യൂണിറ്റി കൂടെ. സന്തോഷം, ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു സീന മാഡം. വളരെ ചെറിയ സമയം കൊണ്ട് വളരെ ഭംഗിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ അടുത്ത് നേരത്തെ പറഞ്ഞ പോലെ റീസെന്റ് MC ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്, കാരണം എനിക്കൊരു സംസാരിക്കാൻ അവസരം വേണമെന്ന് പിന്നെ ഷാജി സാറോട് സംസാരിച്ചപ്പോൾ
ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ അവസരം കൊടുക്കുകയും അതിലൂടെ അവർക്ക് നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾക്ക് പിന്നെ ഒരുപാട് നമ്മുടെ ഓരോ ആരോഗ്യം കീപ്പ് ചെയ്യുന്നതിൽ വളരെ ഒരു പ്രധാനം വഹിക്കുന്ന കാര്യമാണ് കേട്ടോ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നമ്മുടെ സന്തോഷം, മനസ്സിന്റെ സന്തോഷം, നമ്മുടെ എക്സൈറ്റ്മെന്റ് ഒക്കെ കേട്ടോ, അതൊക്കെ ആവശ്യമാണ്. നമ്മുടെ പിന്നെ മാക്സിമം ആൾക്കാർ ഇതുപോലെ സംസാരിക്കാനുള്ള അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇത് നമ്മൾ പ്രത്യേകം ഞാൻ ആലോചിക്കാണ്, നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും പിന്നെ മതിയാവാത്ത ഒരാളുണ്ട് നമ്മളെ, ആരാന്നറിയോ? പിന്നെ അപ്ലൈൻസ്, നമ്മളെ ഇതിലോട്ട് ബിസിനസ് കണക്ട് അപ്ലൈൻ അല്ലേ? നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, അവർ നമ്മളെ കണക്ട് ചെയ്തുകൊണ്ടല്ലേ നമുക്ക് ഇവിടെ ചാൻസ് കിട്ടി. തീർച്ചയായിട്ടും നമ്മുടെ അപ്ലൈൻ അല്ലെങ്കിൽ അപ്ലൈൻസിനും എല്ലാം തീർച്ചയായിട്ടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. പിന്നെ സംസാരിക്കുന്നവർക്ക് ഒരു പിന്നെ നന്ദി അറിയിക്കാം കേട്ടോ നമുക്കിതിൽ, കാരണം അവരെ എക്സ്പീരിയൻസ് തരാൻ നമ്മൾക്ക് ഒരുപാട് പ്രചോദനമാണ് കേട്ടോ. അപ്പൊ നന്ദി അറിയിക്കാം പറ്റുന്നവർക്ക്. പിന്നെ എന്നെ അടുത്തത് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രേറ്റ് ലീഡർ ഷാഹുൽ സാറിനെയാണ്. ഷാഹുൽ സാർ ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ, ഷാഹുൽ സാറിനെയാണ്. അപ്പൊ അവരെ എക്സ്പീരിയൻസ്, നമുക്ക് ടൈം ഒന്നുമില്ല കേട്ടോ, 2 മിനിറ്റ് 3 മിനിറ്റ് തീർക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുന്ന പോലെ സംസാരിക്കാം കേട്ടോ. അത് പിന്നെ റിസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഇത് നമ്മളെ തന്നെ എല്ലാവരും കൂടെ ഫാമിലി മീറ്റ് ആണ് കേട്ടോ, എല്ലാവർക്കും ഒരേപോലെ റൈറ്റ്സ് ഉണ്ട്. ഷാഹുൽ സാറ് ഉണ്ടോ ഇതില്? റേഞ്ച് ഇഷ്യൂ ആണോ? മ്യൂട്ടല്ലേ ഷാജി സാറേ? അൺമ്യൂട്ടല്ലേ? ഓക്കെ. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഷാവുൽ, സ്ഥലം കോഴിക്കോട് ജില്ല. അപ്പൊ ഞാൻ ഇതില് വന്നിട്ട് ഒരു 10 മാസമായി. 10 മാസം കൊണ്ട് എനിക്ക് നല്ല ടീമിനുണ്ടാക്കാനും, പിന്നെ ഈ കമ്പനിയിൽ ഞാൻ കുറെ കമ്പനികളിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിനേക്കാളും അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യാൻ ഈ കമ്പനിയിൽ നിന്ന് പറ്റി. നല്ല ഫാസ്റ്റായിട്ട് ടീം ബിൽഡപ്പ് ചെയ്യാനും പിന്നെ കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരു ലീഡർ, അതെനിക്ക് ഈ കമ്പനിയിലാണ്, ഈ കമ്പനിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. മറ്റുള്ള കമ്പനികളൊക്കെ അതിനെ പറ്റി പറയണപ്പോ പിന്നെ ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് അതൊന്നും പറയാനില്ല, 100% അടിപൊളി പ്രോഡക്റ്റ് ആണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ ഉമ്മക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ഒരു 250 ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മക്ക് ഈ കമ്പനിയുടെ സപ്ലിമെന്റ് കൊടുത്തു. ഒരു പകുതി പകുതി സപ്ലിമെന്റ് ഉപയോഗിച്ചപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടി. 280 ഉള്ളത് 150 ആയി മാറി. അപ്പോ ചെക്ക് ചെയ്തപ്പോ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പോ മെഡിസിന് പകുതി ആയിട്ടുണ്ട്. ഇത് ഫുള്ള് കംപ്ലീറ്റ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നോർമൽ ആവും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പേസ്റ്റ് എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു. പല്ലുവേദനക്ക് ഞാൻ ഈ കമ്പനിയുടെ പേസ്റ്റ് ഉപയോഗിച്ച്, സായി സാറ് എന്നോട് പറഞ്ഞിരുന്നു, എന്നോടല്ല മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു, കമ്പനിയുടെ പേസ്റ്റ് ഉപയോഗിച്ചാല് സാറ് പല്ലുവേദന, വായ്പുണ്ണി ഇതൊക്കെ മാറിയിട്ടുണ്ട്. എനിക്ക് പല്ലുവേദന വന്നപ്പോ ഞാൻ ഈ പേസ്റ്റ് ഉപയോഗിച്ചു. പല്ലുവേദന എനിക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് സംഭവം മാറി. സംഭവം പതുക്കെ മാറിയിട്ടുണ്ട്, 5 മിനിറ്റ് കൊണ്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ അതേമാതിരി തുളസി ഡ്രോപ്സ് എനിക്ക് റിസൾട്ട് കിട്ടിയത്, എൻ്റെ വീട്ടില് ഗസ്റ്റ് വന്നിരുന്നു. അപ്പോ മൂപ്പര് വയറുവേദന കൊണ്ട്, ഗസ്റ്റ് പറഞ്ഞാൽ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോ മൂപ്പര് ഫംഗ്ഷന് എത്തുമ്പോ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ എന്താ ലേറ്റ് ആയിച്ചപ്പോ മൂപ്പര് വയറുവേദന ആയിട്ട് ഹോസ്പിറ്റലിൽ പോയതേനി. അപ്പൊ ഞാൻ പറഞ്ഞു, അത് വയറുവേദന മാറാനുള്ള നല്ല സപ്ലിമെന്റ് ഉണ്ട്. സംഭവം ഞാൻ നല്ല ചൂടുള്ള വെള്ളത്തില് ഈ തുളസി ഡ്രോപ്സ് എത്തിച്ച് സംഭവം കൊടുത്തു. സംഭവം ഓന് ഫംഗ്ഷൻ കഴിഞ്ഞ് പോകാൻ നേരം നല്ല മാറ്റം ഉണ്ട് പറഞ്ഞു. എനിക്ക് ആ സപ്ലിമെന്റ് തരുകയും ചെയ്തു. അങ്ങനെ ഓനൊക്കെ കൊടുത്ത്, അതാണ് നല്ല റിസൾട്ട്. അതാണ് പിന്നെ എൻ്റെ ടീമിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷാണ്. പിന്നെ ഞാൻ കുറെ നെറ്റ്വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് നമ്മളെ ടീമിനെ നല്ല അടിപൊളിയായിട്ട്
ബിൽഡപ്പ് ചെയ്യാനും പറ്റി. പിന്നെ നല്ല കട്ടക്ക് സപ്പോർട്ട് ചെയ്ത സാറെ കിട്ടിയോണ്ട് ഷാജി സാറേ കട്ടക്ക് സപ്പോർട്ടാണ്. എങ്ങനെ വർക്ക് ചെയ്യണം അതുപോലെ വർക്ക് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ടീം ബിൽഡപ്പ് ചെയ്യാനും ഓരോ റാങ്കിലേക്ക് എത്താനും നമ്മുടെ ടീമിലുള്ള ആളുകളെ ഓരോ പിന്നിലേക്ക് എത്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മള് ഓരോ റാങ്കിലേക്കും എത്തുക. അപ്പം നമ്മള് നമ്മള് കൂടെ വരുന്നവരെ ഓരോ റാങ്കിലേക്കും എത്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ പിന്നുകൾ ഇങ്ങനെ അച്ചീവ് ആവുള്ളൂ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മള് സ്ട്രക്ചർ പോലെ വർക്ക് ചെയ്യണം. സ്ട്രക്ചർ പറഞ്ഞാൽ നമ്മള് സ്ട്രക്ചർ ചെയ്യുമ്പോൾ നമ്മള് 6 ടീം ബിൽഡപ്പ് ചെയ്യുമ്പോൾ തന്നെ 6 ടീമില് ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവർക്ക് കോണ്ടാക്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളെ കേരളത്തില് കോണ്ടാക്ട് വരുന്നുണ്ട്. അവരെ പിടിച്ചു നിർത്താനും വേണ്ടി അവർക്ക് ടീം സെറ്റാക്കി കൊടുക്കുക. അവരെ ടീം സെറ്റ് ആവില്ലെങ്കിൽ കേട്ടോ സെറ്റാക്കി കൊടുത്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴാണ് നമ്മളെ ഓരോ ലെഗും സ്ട്രക്ചറായിട്ട് പോവുള്ളൂ. അങ്ങനെ ഓരോ ലെഗിനെയും ബിൽഡപ്പ് ചെയ്ത് പോവുക. ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഈ വേദിയിൽ സംസാരിക്കാൻ അവസരം തന്ന സാറോട് താങ്ക് യു. താങ്ക് യു ഷാഹുൽ സാർ. താങ്ക് യു. വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെ എക്സ്പീരിയൻസും അല്ലെ അവരിലൂടെ മറ്റുള്ളൊരാൾക്ക് അതിനൊരു എന്താ പറയാ ഒരു ക്യൂറാണ് ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യില്ലേ അതിലൂടെയും കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ ഓരോ ആൾക്കാർക്കും നമ്മളിലൂടെ ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതും വലിയൊരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് നമ്മുടെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ജയശ്രീ മാഡത്തിനെയാണ്. ജയശ്രീ മാഡം വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ? ഓക്കെ സാർ. ഓക്കെ സാർ. ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ജയശ്രീ. കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ജോയിൻ ചെയ്തിട്ട് 4 മാസം ആയിട്ടുള്ളൂ. ഞാനൊരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. ഒരു ആക്സിഡന്റിന് ശേഷം എൻ്റെ സൈഡ് പാരലൈസ്ഡായി. ഇപ്പം എനിക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായപ്പോഴാണ് ഷാബി സാറാണ് മലേഷ്യയിലുള്ള ഷാബി സാറാണ് എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ അപ്ലൈൻമാരായ ഷാജി സാറും ബിമാമ്മയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സൈറ്റഡ് ആയി. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നായി. ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഓൺലൈൻ പത്രത്തിൽ സബ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് തലയ്ക്കായിരുന്നു 2 ഓപ്പറേഷൻ കഴിഞ്ഞ ഓപ്പൺ സർജറി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് നേരം സ്ട്രെയിൻ എടുത്തിട്ട് അവിടെ ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് റിസൈൻ ചെയ്തേണ്ടി വന്നു. പക്ഷേ ദൈവം കൊണ്ട് തന്നാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വോയിസ്. ഇതിൽ കൂടുതൽ എനിക്ക് വോയിസ് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ സ്ട്രെസ് എടുക്കണ്ട, നല്ല സംസാരിച്ചാൽ മതി. ഓക്കെ സാർ. താങ്ക് യു. എനിക്ക് പ്രോഡക്ട്സുകളെ കുറിച്ചാണ് കൂടുതലും പറയാനുള്ളത്. അപ്പോൾ അത് കഴിച്ചതിൻ്റെ എനിക്ക് ആരോഗ്യം ഒരു 80ലേക്ക് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. 80% ഞാൻ ഓക്കെ ആയിട്ടുണ്ടെന്ന് പറയാം. എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞൊരു വിഷമം എന്ന് വെച്ചാൽ ശരിക്കും ഹെഡ് പെയിൻ ആണ്. ഒരു അരമണിക്കൂർ പോലും ആരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും TV അങ്ങനെ കാണാൻ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ ഇപ്പം എനിക്ക് വേദനകൾ ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ ഒട്ടുമിക്ക എല്ലാ പ്രോഡക്ട്സുകളും ഉപയോഗിക്കുന്നുണ്ട്. നോനി, ഫ്ലാക്സ് ഓയിൽ, എല്ലാ പ്രോഡക്ട്സുകളും ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ആരോഗ്യം ഒരു 80% ഒക്കെ ആയിട്ടുണ്ട്. എൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ വർഷവും ആയുർവേദ ഹോസ്പിറ്റലിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഒരു 10-20 ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഈ വർഷം പോകേണ്ടി വന്നിട്ടില്ല. ഇതുവരെ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ പോവുകയാണ്. എനിക്ക് ആകെപ്പാടെയുള്ള തലവേദനയാണ്. അതിൽ നല്ലൊരു മാറ്റമുണ്ട്. പിന്നെ പീരിയഡ് സമയത്തെ വേദന, അത് നമ്മുടെ ശതാവരി മാക്സ് ഉപയോഗിച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട്. എനിക്ക് ആ സമയത്ത് ഹെഡ് പെയിനും വയറുവേദനയൊക്കെ നന്നായിട്ട് ഉണ്ടാകാറുണ്ട്. അതെല്ലാം എനിക്ക് ഓക്കെ ആയി വരുന്നുണ്ട്. അത് മാത്രമല്ല, എൻ്റെ മോള് ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റാണ് ബാംഗ്ലൂരിൽ. അവൾക്ക് കണ്ണിനാണ് പ്രശ്നം കൂടുതൽ. കണ്ണിനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണിലേക്കുള്ള ഞരമ്പ് വീക്കാണെന്ന് പറഞ്ഞു. അവൾക്ക് ലേസർ ട്രീറ്റ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ
6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഐ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, വൈറ്റൽ കോംപ്ലക്സ് കൊടുക്കുന്നുണ്ട്, ഒപ്പം അവൾക്ക് ശതാവരി മാക്സ് കൊടുക്കുന്നുണ്ട്. അവിടെ എല്ലാ പ്രശ്നങ്ങളും മാറി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശതാവരി മാക്സ് കൊടുത്തതിന്റെ വ്യത്യാസം ഇപ്പൊ തന്നെ അവൾക്കുണ്ട്. പിന്നെ പെയിൻ വരുന്ന സമയത്ത് ഞാൻ തുളസി ടോപ്പ് സജക്ട് ചെയ്തിട്ട് അതും കൊടുത്തു വിട്ടിട്ടുണ്ട്. അവളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ സപ്ലിമെന്റ് ഉപയോഗിക്കുന്ന അവളാണ്, ബ്യൂട്ടി പ്രോഡക്ട്സുകളും പുറത്തുനിന്നുള്ള. അതുകൊണ്ട് അവളുടെ പേരിലേക്ക് ഞാൻ ഒരു ഐഡിയ എടുത്തു കൊടുത്തു. അവൾ ഇപ്പോൾ 8 ശതമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്ത് വരാനായിട്ട് എനിക്ക് ശ്രമിക്കുന്നുണ്ട്, ആയി വരുന്നുണ്ട്. 8 ശതമാനം കഴിഞ്ഞ് 12ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റിയില്ല, ഒന്നിലേക്ക് ഇറങ്ങാൻ പറ്റില്ലാത്തൊരവസ്ഥയിൽ നിന്ന് എനിക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഷാഫി സാറാണ്. ഏറ്റവും വലിയ നന്ദി ഷാഫി സാറിന് തന്നെയാണ്. പിന്നെ ഭീമാ മേഡത്തോടും ഷാജി സാറിനുള്ള കടപ്പാട് ചെറുതല്ല. എന്ത് സംശയം ചോദിച്ചാലും ഉടനടി മറുപടിയുണ്ട് ഷാജി സാറിൻ്റെ അടുത്ത്. ഭീമാ മേഡം എൻ്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ എപ്പോഴും നിന്ന് എന്നോട് സംസാരിക്കാറുണ്ട്. എല്ലാ വിഷമങ്ങളും ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എനിക്കിതിലേക്ക് വന്നത് തന്നെ. ഒരു ജോലി ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയിൽ നിന്ന് എനിക്ക് തിരിച്ചു വരാൻ പറ്റും. 100% ഓക്കെ ആയില്ലെങ്കിലും ഒരു 90 എനിക്ക് ഓക്കെ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കണ്ട ലുക്കിൽ ഞാൻ ഒരു സൈഡ് പാരലൈസ്ഡാണ്. എനിക്ക് ഒരു മാസം നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ തളർന്നു പോകില്ല. തളർന്നു പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, എൻ്റെ മനസ്സ് സമ്മതിക്കില്ല. ഇപ്പം എനിക്ക് ഒരുപാട് കൂടപ്പിറപ്പുകളുണ്ട് എൻ്റെ കൂടെ. ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടുക എന്നുള്ള ഒരു റിയാലിറ്റി തന്നെയാണ്. ആ സമയത്ത് നമ്മൾ ഓർക്കും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടെന്ന് ഓർക്കും. പക്ഷെ നമുക്ക് പണവും ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരൊക്കെയാണ് നമ്മുടെ കൂടെയുള്ള യഥാർത്ഥ ബന്ധങ്ങൾ, യഥാർത്ഥ സൗഹൃദങ്ങൾ എന്ന് മനസ്സിലാകും. എനിക്ക് അവിടെ നിന്ന് എല്ലാം റിക്കവറായി വന്നു. എനിക്കിപ്പോൾ ഒരു കൂട്ടം എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരങ്ങൾ എന്ന് തന്നെ പറയാം, എല്ലാവരും എൻ്റെ കൂടെയുണ്ട്. എനിക്ക് വിജയിക്കാൻ പറ്റും. എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ട്. ഇനിയും പ്രോഡക്ട്സുകൾ ഒരുപാട് ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനായിട്ട് എനിക്ക് വരുമാനം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വീട്ടിലേക്ക് തരുന്ന ചിലവിൽ നിന്നാണ് ഞാൻ ഇതിൽ പ്രോഡക്ട്സുകൾ വാങ്ങിക്കുന്നത്. വീട്ടിലേക്കുള്ള ചിലവിൽ നിന്ന് മാറ്റി വെക്കുന്ന ഇതിലേക്ക് തന്നെ ഉപയോഗിക്കുന്നു. പിന്നെ വികലാംഗ പെൻഷൻ കിട്ടുന്നുണ്ട്. അതെല്ലാം കൊണ്ടാണ് ഞാൻ ബിസിനസ് ചെയ്തു പോകുന്നത്. ഒരു ടീമും കൂടെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ വന്നവരൊക്കെ നെഗറ്റീവ് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ ഷാഫി സാർ എന്നെ സമാധാനിപ്പിച്ചു. അവർ പോകുന്നവർ പോട്ടെ, നമുക്കുള്ള ആൾ വരും എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. എനിക്ക് കിട്ടുന്നുണ്ട്, ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല എനർജി കിട്ടുന്നുണ്ട്. എൻ്റെ ആരോഗ്യാവസ്ഥയിലെ എൻ്റെ രോഗാവസ്ഥയെല്ലാം ഞാൻ മറന്നു പോകുന്നുണ്ട്. എല്ലാ മീറ്റിങ്ങുകളും ഞാൻ പങ്കെടുക്കാറുണ്ട്. പങ്കെടുക്കുന്ന എന്തുകൊണ്ടാണ് ഒരേ കാര്യം തന്നെയാണ് പറയുന്നതെങ്കിൽ തന്നെ അതിനകത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് പുതിയ പുതിയ ആൻസറുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, എൻ്റെ ഡൗൺലൈൻസിന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അവരുടെ സംശയങ്ങൾ എനിക്ക് ഒരു പരിധി വരെ തീർത്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ പ്രോഡക്ട്സുകളെ കുറിച്ച് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലെ ക്ലാസ്സുകളെല്ലാം ഞാൻ കയറി കാണാറുണ്ട്. പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഏറ്റവും വലിയ കാര്യം എൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഒരു വർഷത്തിനകം ഞാനും നിങ്ങളെപ്പോലെ ഓപ്പണായിട്ട് വരും. ഓപ്പണായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരിച്ചെനിക്ക് ബാങ്കിങ് മേഖലയിലേക്ക് പോകാൻ പറ്റില്ല. എനിക്ക് സ്ട്രെയിൻ എടുക്കാൻ ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ്. പത്രത്തിൽ ജോലി ചെയ്തപ്പോഴാണെങ്കിലും അവർ ഓവർ ടൈം ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നുകൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്തത്. ഇതെനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷവതിയാണ്. തിരിച്ചു വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നന്ദി പറയേണ്ടത് ഷാഫി സാറിനോട് ഭീമാ മേഡത്തോടുണ്ട്. എൻ്റെ എല്ലാ പ്ലെയിൻമാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നന്ദി പറയുന്നു. എന്ത് സംശയത്തിനും എൻ്റെ കൂടെ എല്ലാ ഹെൽപ്പിനും അവരുണ്ട്. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും കരഞ്ഞുകൊണ്ട് ജീവിതം തള്ളി നീക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. എപ്പോഴും ഞാൻ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഓടി നടന്നുകൊണ്ടിരുന്ന സുപ്രഭാതത്തിൽ തളർന്നു വീണ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തളർന്നു പോകും. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും, എനിക്ക് ആകെപ്പാടെ വിഷമം ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ മക്കളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മോളിലൂടെ ബിസിനസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അവൾക്ക് ഞാൻ ഒരു ഐഡിയ കൊടുത്തോളൂ. അവൾക്ക് 18 വയസ്സായപ്പോൾ തന്നെ ഐഡിയ എടുത്ത് കൊടുത്തിട്ടുണ്ട്. 3 മാസം ആയിട്ടുണ്ട്. അവൾ 8ലേക്ക് അടുക്കുന്നുണ്ട്. സന്തോഷമുണ്ട്. അതിനെക്കുറിച്ച് അവൾക്ക് അറിയത്തില്ല. അവൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സമയമില്ല, അറ്റൻഡ് ചെയ്യാറില്ല. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പ്രോഡക്ട്സുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവൾക്ക് മുഖക്കുരുവിൻ്റെ പ്രശ്നം, ഞാൻ പറഞ്ഞ പോലെ പീരിയഡ്സ് പെയിൻ്റെ അവസ്ഥ, മുഖക്കുരുവിൻ്റെ പ്രശ്നത്തിൽ ഞാൻ ബ്ലെമിഷ് സജക്ട് ചെയ്തു. മേടിച്ച് വാങ്ങിച്ചു കൊടുത്തിട്ട് അവൾക്ക് നല്ല മാറ്റമുണ്ട്. ക്ലാരിഫൈ ഫേസ് വാഷ് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവൾ ഉപയോഗിക്കുന്നുണ്ട്. അവൾക്ക് നല്ല മാറ്റമുണ്ട്. അവൾക്ക് അവിടെ ഗ്ലാമർ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരവസ്ഥയിൽ നിന്ന് അവൾക്ക് തിരിച്ചു കിട്ടിയപ്പോഴത്തേക്കും അമ്മ ഇത് കൊള്ളാം, സൂപ്പർ, എൻ്റെ കൂട്ടുകാരെല്ലാം ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവൾ എന്താണേലും അവളിലൂടെ തന്നെ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ ഞാനിപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. കാരണം നമ്മൾ വീണ് പോയ അവസ്ഥ 10 വയസ്സുള്ള അവൾക്ക് ഞാൻ വീഴുമ്പോൾ
അവൾ അവിടെ നിന്നാണ് തനിച്ചാണ് വളർന്നു വന്ന് അവൾക്ക് സ്വയം പര്യാപ്ത ആക്കി എടുത്ത എൻ്റെ ഒരു ജീവിതാനുഭവം കൊണ്ട് എന്നിൽ നിന്ന് പഠിച്ചിട്ട് തന്നെയാണ്. അതിലൂടെ തന്നെ അവൾ വളർന്നു വരുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. സന്തോഷം തന്നെയാണ് എനിക്ക് ബിസിനസ്സിലേക്ക് വന്നത്. ഏറ്റവും കൂടുതൽ കിട്ടിയ എൻ്റെ മാനസികാരോഗ്യം തിരിച്ചു വന്നു. എനിക്ക് മനസ്സുകൊണ്ട് തിരിച്ചു വന്നു. ഞാൻ പാലാ മണ്ഡലത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതല ഇരുന്ന ഒരാളാണ്. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സംസാരിക്കാനും എല്ലാവരുടെ മുമ്പിൽ ഓപ്പണായിട്ട് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഞാൻ ബാക്കായിപ്പോയി. കാരണം ഓപ്പൺ സർജറി കഴിഞ്ഞപ്പോൾ തലമുടിയെല്ലാം മുട്ടയടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനോ സംസാരിക്കാനോ നമ്മളങ്ങ് മൈൻഡ് ഔട്ട് ആയിപ്പോയി. അങ്ങനെ മാനസികമായിട്ട് ഒരുപാട് ഡൗൺ ആയിപ്പോയി. പക്ഷെ ഇപ്പം എനിക്കെല്ലാം തിരിച്ചു വന്നു. എനിക്ക് ഇതിലൂടെ കയറും. എൻ്റെ വിവാഹമാണ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പം ശരിക്കും പ്രോത്സാഹിപ്പിച്ച് എന്നെ ഇവിടെ എത്തിച്ചത്. വീഡിയോ ഓഫ് ചെയ്യണ്ട, ഓൺ ആക്കി ചെന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞ് സംസാരിക്കുക. എനിക്ക് വന്നപ്പോഴെനിക്കിപ്പോൾ ഓക്കെ ആയി. ഞാൻ പഴയൊരു അവസ്ഥയിലേക്ക് വരുന്നു എന്നറിഞ്ഞാൽ എനിക്ക് തന്നെ സ്വയം സന്തോഷം തോന്നുന്നു. ഞാൻ ഓക്കെ ആകും. താങ്ക് യു സാർ. താങ്ക് യു ജയശ്രീ മാഡം, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഞാൻ പിന്നെ വലിയൊരു മനുഷ്യനും തടിയും ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് ചെറിയ വിഷമം കേട്ടിട്ടുണ്ടല്ലോ, നിറം വിഷമവും. പക്ഷേ പിന്നെ ജയശ്രീ മാഡം, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് റൈറ്റ് ഇൻഡസ്ട്രിയിലാണ്, റൈറ്റ് അപ്ലൈൻ്റെ കൂടെയാണ്, റൈറ്റ് ടീമിന്റെ കൂടെയാണ്, റൈറ്റ് ടൈമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഒരു വിഷമം വേണ്ട. നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂടെ. ഭീമ മാഡം പിന്നെ അവരെ സന്തോഷത്തിലാണ് തീർച്ചയായും. വിവാഹത്തിന് അറിയാം, എന്റെ കാര്യങ്ങൾ അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ടീമിന്റെ എനർജി തന്നെ മതി നിങ്ങൾക്ക് പിന്നെ ക്യൂർ ആവാൻ വേണ്ടിയിട്ട്. ഭീമ മാഡം അവരെ നോട്ട് ചെയ്തോളൂ. അവരെ 2 ദിവസം കൂടെ MC ആയിട്ട് എവിടെയും കേട്ടോ, പ്ലാൻ പ്രസന്റേഷനിൽ കേട്ടോ. അടുത്ത എനർജി ലെവൽ അവർ കൊടുക്കുക. ഭീമ മാഡത്തിനെ കൈ വിടരുത്, കൈ പിടിച്ച് വെക്കുക കേട്ടോ. MC ലെവലോട്ട് വരിക, വീഡിയോ ഓൺ ആക്കുക കേട്ടോ. എല്ലാവരും പിന്നെ എന്താ പറയാ, എല്ലാവരും സപ്പോർട്ടാണ് നിങ്ങൾക്ക്. ഓക്കെ, ഒരു ദിവസം പോലും വീഡിയോ ഓഫ് ആക്കി ഇരിക്കണ്ട, നമുക്ക് ഓക്കെയാണ്. എല്ലാവരും കുടുംബക്കാരാണ് കേട്ടോ. നിങ്ങൾ വീട്ടിലെങ്ങനെയാക്കുന്നത് അങ്ങനെ ഇരുന്നാൽ മതി, യാതൊരു കാരണവശാലും കേട്ടോ. ഓക്കെ, അപ്പോ പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാഡത്തിന്റെ. കാരണം എന്താ പറയാ, നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിങ് സങ്കടപ്പെടുത്തിയെങ്കിലും പക്ഷേ ഒരു 90% പിന്നെ ഒരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് ഈ നിമിഷത്തിൽ. അവരെ പിന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ അപ്ലയൻസിനെയും പിന്നെ അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത് സംസാരിക്കാനുള്ളത് സബിത മേഡമാണ്. സബിത മേഡം ഇവിടെ ഉണ്ടെന്നു അല്ലേ? സബിത മേഡമാണ് സംസാരിക്കാനുള്ളത്. അപ്പോ മാഡത്തിന്റെ എക്സ്പീരിയൻസ് കൂടി നമുക്ക് കേൾക്കാം. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? വീഡിയോ ഓൺ ആക്കി സംസാരിക്കാവോ ഒന്ന്? ഇല്ലേ? ഓക്കെ സംസാരിക്കും കേട്ടോ. കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കുന്നുണ്ട്. എന്നെ പിന്നെ ഇന്നിവിടേക്ക് ക്ഷണിച്ചത് ഭീമ മേഡാണ്. എൻ്റെ പേര് സബിത. ഞാൻ കോഴിക്കോട് നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഞാനൊരു ഹൗസ് വൈഫാണ്. പിന്നെ എനിക്ക് വെസ്റ്റീജിയിലെ പ്രൊഡക്റ്റൊക്കെ നല്ല പ്രൊഡക്റ്റായിട്ട് തന്നെയാണ്, വളരെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് തന്നെ ഞാനൊരു സോപ്പും പേസ്റ്റുമാണ് വാങ്ങിയത്. അത് വളരെ നല്ല റിസൾട്ടാണ്. എൻ്റെ അച്ഛൻ ഒരുപാട് കാലമായിട്ട് പല്ലുവേദന അനുഭവിക്കുന്നത്. അപ്പം അച്ഛനൊന്ന് കൊടുത്തു ഞാൻ ആദ്യം തന്നെ. അതിനിപ്പോൾ നല്ല മാറ്റമാണ്. അതുപോലെ തന്നെ പെങ്ങൾക്കും പല്ലുവേദന വന്ന് ഇപ്പോൾ അവർ സ്ഥിരം എൻ്റെ അടുത്ത് നിന്ന് പേസ്റ്റ് വാങ്ങുക. പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം, എൻ്റെ മകൻ ചെറുപ്പം മുതലേ ചോറ് അവന് അലർജി ആയിരുന്നു. ചോറ് തീരെ കഴിക്കില്ല. ഇപ്പം അവന് 12 വയസ്സായി. പിന്നെ വെള്ളമാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കില്ല, ഈ മധുര വെള്ളം മാത്രമാണ് കുടിക്കുക. അപ്പം ഞാൻ ഈ ഇതിൽ വന്നപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മകൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഭീമ മേഡത്തോടും ഷാജി സാറിനോടൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അവന് മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് വാങ്ങിക്കൊടുത്താൽ അവന് നല്ല മാറ്റം വരുന്നു. അതുപോലെ തന്നെ ഞാൻ അവന് മൾട്ടി വിറ്റാമിൻ ഗമ്മീസും പ്രോട്ടീൻ പൗഡർ ഇത് കൊടുത്തു, 2 നേരം വെച്ച് കൊടുത്തു. അതെനിക്ക് നല്ല റിസൾട്ടാണ്. ഇപ്പോൾ കുട്ടി നന്നായിട്ട് ചോറ് തിന്നുന്ന 2 നേരം, മധുര വെള്ളമൊക്കെ പാടി ഒഴിവാക്കി, വെയിറ്റ് കൂടി. പിന്നെ എന്താണ് ഇപ്പൊ അവന് ഹാപ്പിയാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് പറയും, അമ്മ എനിക്ക് ഇനി 1 നേരം മതി, 2 നേരം വേണ്ട, ഭയങ്കര വിശപ്പാണ്. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്ന കുട്ടിയായതുകൊണ്ട് ഇപ്പൊ കുറച്ചായിട്ട് 1 നേരം അതാക്കി മാറ്റിയത്. പിന്നെ അവന് തന്നെ സ്കിന്നിന് നല്ല അലർജി ഉള്ള ആളായിരുന്നു, ഈ ചൊറിച്ചില്. അതിനുള്ള പ്രൊഡക്റ്റ് ഞാൻ അവന് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അത് നല്ല റിസൾട്ടാണ് കാണിക്കുന്നത്. നന്നായിട്ട് ഈ ചൊറിയൊക്കെ മാറി വരുന്നുണ്ട്.
പിന്നെ എടുത്തു പറയേണ്ടത് സോപ്പ് പൊടിയുമ്പോളെ പിന്നെ ഇത് ഡിഷ് വാഷ് അതെന്റെ ഏട്ടന്റെ ഭാര്യയ്ക്കും പിന്നെ പാപ്പന്റെ മരുമക്കും കൈ വല്ലാതെ അലർജി ആയിരുന്നു. കൈ കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ ഞാനത് കണ്ടപ്പോ അവർക്ക് ഒരു ഡിഷ് വാഷും സോപ്പ് പൊടിയും മേടിച്ചു കൊടുത്ത് ഇപ്പൊ അവർക്ക് നല്ല മാറ്റം. ഒരുപാട് ഗുളികയും മരുന്നും കഴിച്ചിട്ടൊന്നും മാറാതെ കിടന്നതാണ്. ഒരു വർഷത്തോളായി. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ പറയാ, ചേച്ചി ഇതിന്റെ സോപ്പ് ഇതും ഉപയോഗിച്ചിട്ട് നല്ല മാറ്റം, ഞങ്ങൾക്ക് നല്ല സന്തോഷാണ്. ഒരുപാട് മരുന്നും ഗുളികയും ഹോമിയോ കുടിച്ചു, പിന്നെ ഇംഗ്ലീഷ് കഴിച്ച്. അപ്പൊ നല്ല മാറ്റമുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇത് തന്നെ വേണമെന്ന് പറയാണ്. പിന്നെ എന്റെ കൂടെ ജോയിൻ വേറെ ആയിട്ടൊന്നുമില്ല. 9 മാസമായി. 2 പേരെ ജോയിൻ ആയിട്ടുള്ളൂ. ഇനി മുന്നോട്ട് ഞാൻ എന്റെ ഇതിൽ തന്നെ മുന്നോട്ട് നീങ്ങും, എവിടെ വെച്ച് നിർത്തൂല. അതൊക്കെ വളരെ സന്തോഷാണ്. പിന്നെ സാറ് ഭീമാ മേഡം സാറും ഒക്കെ പറഞ്ഞ പതുക്കെ പതുക്കെ ആളാവുള്ളൂ, അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട, ഒരിക്കലും ഇതിൽ നിന്ന് വിട്ടു പോകരുത് എന്നാണ് പറയുന്നത്. പിന്നെ എനിക്കും കുറെ മാറ്റങ്ങളുണ്ട്. ഈ തുളസി ഡ്രോപ്സ് ഇതൊക്കെ കഴിച്ചിട്ട് രക്തക്കുറവൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോ വളരെ ഇപ്പൊ നല്ല ഹാപ്പിയാണ്. ശരീരത്തില് ഈ പിന്നെ അയൺ സപ്ലിമെന്റ് കഴിച്ചപ്പോ നല്ല മാറ്റം വന്നു. പീരീഡ് സമയത്തൊക്കെ ഭയങ്കര വയറുവേദനയും ഒക്കെ അനുഭവിച്ച് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ള ആളായിരുന്നു. ഇപ്പൊ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ എല്ലാ പണിയും ആ ടൈം ചെയ്ത് തീർക്കുകയാണ്. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതില് ഓക്കെ, ആദ്യമായിട്ടാണ് പറഞ്ഞോളൂ പറഞ്ഞോളൂ. ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിന് ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷെ നല്ലോണം സംസാരിക്കും എല്ലാവരും എടുത്തു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരുപാട് ആൾക്കാരുടെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഇങ്ങനെ ഇതില് ഇവളറിയാത്ത ആളുകളാണല്ലോ. അപ്പൊ ആ ഒരു ഇത്ര മാത്രമേ പറയാനുള്ളൂ. എനിക്ക് ഓക്കെ എല്ലാ ഓക്കെ സപ്പോർട്ടും എല്ലാവരും തരുന്നുണ്ട്. ഞാൻ എല്ലാവരും അടുത്ത് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ നല്ല കൂടെ തന്നെ നിൽക്കും എന്നാണ് പറയുന്നത്. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സവിത മാഡം വളരെ നന്നായി സംസാരിച്ചു കേട്ടോ. സംസാരിക്കാൻ അറിയില്ലെന്നാ പറയുന്നത്, പക്ഷേ പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് ടൈം ആണ്. കണ്ടില്ല, നമുക്ക് ഓരോ ആൾക്ക് അവസരം കിട്ടാൻ വേണ്ടി ഓരോ ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ വലുതും ചെറുതോ പിന്നെ ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ സംസാരിക്കാനുള്ള അവസരമുള്ള പ്ലാറ്റ്ഫോമാണ്. അത്രയ്ക്ക് അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ സവിത മാഡം പറഞ്ഞു നമ്മുടെ വീട്ടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ കുട്ടികൾ, അല്ലെ? തീർച്ചയായിട്ടും ഓടിക്കളിക്കുന്ന കുട്ടികളും അവരുടെ സന്തോഷങ്ങളായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സവിത മാഡം ഒരുപാട് കുട്ടിക്ക് ഒരുപാട് ക്യൂർ ആയിട്ടില്ല, ഒരുപാട് റിസൾട്ട് ഉള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും ഒരു പിന്നെ എന്താ പറയുക, സന്തോഷിക്കാവുന്ന കാര്യം തന്നെയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അവർക്ക് നല്ല കൺഗ്രാറ്റ്സ് കൊടുക്കാം. കാരണം ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അവസരം കിട്ടുന്നതെന്ന്, അല്ലേ? ഞാനും ഇങ്ങനെ ഇത്രയും എനിക്ക് പറ്റിയില്ല കേട്ടോ സംസാരിക്കാൻ ഇങ്ങനെയൊന്നും കേട്ടോ. ഞാൻ കുറച്ച് സംസാരിച്ചപ്പോൾ വീഡിയോ ഓഫ് ആക്കിയിട്ട് പോയതാണ്, കാരണം എനിക്കത്ര ഒരു വിറയലൊക്കെ വന്നിരുന്നു. ഇപ്പോഴും വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല, എന്നെക്കാൾ സംസാരിക്കുന്ന പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് മാഡം മുംതാസിനെയാണ് കേട്ടോ. മുംതാസ് മാഡത്തിനെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഒന്നുകൂടി കേൾക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. പറ്റണില്ലേ? ഉണ്ട് സാറേ, ഓക്കെ ഓക്കെ, സംസാരിക്കാം. സംസാരിച്ചോളൂ. എൻ്റെ പേര് മുംതാസ് നസീർ എന്നാണ്. ആലപ്പുഴയിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഷാൾ സാറാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. പിന്നെ എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ കൈ ഇങ്ങനെ കയറ് വെച്ച് ഇങ്ങനെ മുറുകി പൊട്ടിയിട്ട് ഒരുപാട് ഡോക്ടർമാരെ ഇത് കാണിച്ചിട്ടൊന്നും പൊറുക്കുന്നില്ല. ഓയിൽമെന്റ് ഒക്കെ ഇട്ടിട്ടൊന്നും പൊറുക്കുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ വെസ്റ്റേജ് പ്രൊഡക്റ്റായ കുറുക്കുമിന് ഇട്ടപ്പം അത് നല്ല മാറ്റമുണ്ട്. ഒരാഴ്ച കൊണ്ട് എൻ്റെ കൈ നല്ല പോലെ പൊറുത്തു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ അലക്കുകയും പാത്രം കഴുകാനും ഒന്നും പറ്റുന്നില്ലായിരുന്നു. പക്ഷെ കുറുക്കുമിനിട്ട് കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് എന്റെ കൈ പുറത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതുകൊണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, പനി വന്നിട്ട് മാറുന്നില്ല. പിന്നെ നമ്മുടെ തുളസി ഡ്രോപ്സും ആംലയും കൂടെ കഴിച്ചപ്പം നല്ല മാറ്റം ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇക്കടെ
പിന്നെ കൂട്ടുകാരന് ഇതുപോലെ പനി വന്നപ്പോൾ ഈ തുളസി ഡ്രോപ്സ് ഞാൻ കൊടുത്തു. അപ്പൊ അവർക്ക് അതിന് നല്ല അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ എനിക്ക് എപ്പോഴും ശരീരം വേദനയും നീർക്കെട്ടുമാണ്. ഒരു ആഴ്ചയിൽ ഒരു 1500 രൂപ എങ്കിലും ഞാൻ മുടക്കിക്കൊണ്ടിരുന്നയാ. ആയുർവേദമാണ് ഞാൻ കഴിക്കുന്നത്. പക്ഷേ ഇപ്പം ഒരു മരുന്നും ഞാൻ കഴിക്കുന്നില്ല. നമ്മുടെ വെസ്റ്റീജിന്റെ സപ്ലിമെന്റ് ആയ കുർക്കുമിൻ, പിന്നെ ആംല, ഫ്ലാക്സ് ഓയിൽ, നോനി ഇതെല്ലാം കഴിച്ചപ്പോ എനിക്ക് നല്ല മാറ്റമുണ്ട്. രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു കാറ്റ് കഴപ്പ് കൊണ്ട്. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ ഒരു മരുന്ന് ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എനിക്ക് അതുകൊണ്ട് വളരെ വളരെ സന്തോഷമുണ്ട്. വെസ്റ്റീജിനോട് ഞാൻ താങ്ക്സ് പറയുകയാണ്. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ വേറൊരു കസ്റ്റമറിന് ഒരു സോപ്പ് കൊടുത്തായിരുന്നു. അവർക്ക് പല ഡോക്ടർമാരെയും കാണിച്ചിട്ട് ഒരു മാറ്റവും ഇല്ല. എന്നിട്ട് കൊച്ചിന് ചൊറിച്ചിലായിരുന്നു. ആ ചൊറിച്ചിൽ ഇപ്പൊ മാറി. എൻ്റെ കയ്യിൽ നിന്ന് 2 സോപ്പും മേടിച്ചു. പിന്നെ അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ താങ്ക് യു മുംതാസ് മാഡം. വളരെ നന്നായിട്ട് തന്നെ സംസാരിച്ചു കേട്ടോ. നമ്മള് കുറച്ച് സംസാരിക്കുന്നോ കൂടുതൽ സംസാരിക്കുന്നതല്ല, സംസാരിക്കാൻ നമ്മൾ ഇറങ്ങി വരുന്നില്ലേ, അതാണ് കേട്ടോ നമ്മളിത് എന്താ പറയാ, നമ്മുടെ ഓരോ ഒക്കെ എൻകറേജ് ആണത് കേട്ടോ. വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ ഈ പിന്നെ ഇത് ഷാജി സാറ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറയുമ്പോൾ എന്താ പ്രോഗ്രാം ചെയ്യാന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഷാജി സാറ് പറഞ്ഞ പ്രകാരം കുറച്ച് ലീഡേഴ്സോട് പറഞ്ഞു നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കുറച്ച് കാര്യം കിട്ടുമോ, നമ്മുടെ സീനിയർ ലീഡേഴ്സോട് പറഞ്ഞു. അവരൊരു ലിസ്റ്റ് അങ്ങോട്ട് തന്നു, കുറച്ച് തന്നു. പക്ഷേ എന്ത് സംസാരിക്കണം ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇവരെ ഹൃദയത്തിൽ വരുന്ന വാക്കുകൾ വരട്ടെ കേട്ടോ. അങ്ങനെ അത് തന്നെയാണ് ഇത് കേട്ടോ. ഇത് നമ്മൾ ഒന്നും ആർക്കൊന്നും പഠിപ്പിച്ചിട്ടില്ല, ഒന്നുമില്ല. പുതിയ ആൾക്കാർക്ക് കേൾക്കാം, ഇത് പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യുന്നതാണോ? ഒരിക്കലും അല്ല. അവരെ വാക്കുകൾ കേട്ടാൽ അറിയാം, ഹൃദയത്തിന്റെ അകത്ത് തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് അടുത്തത് പിന്നെ നമ്മൾ വിളിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിത ആളാണ്. കാരണം ഏത് മീറ്റിംഗ് എടുത്താലും വീഡിയോ ഓൺ ആക്കിയിരിക്കുന്ന വ്യക്തിത്തെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. അല്ലോ, വീഡിയോ ഓൺ ആക്കി പിന്നെ മാത്രമേ അദ്ദേഹം ഇരിക്കാവുള്ളൂ. ഫാമിലി ആയിട്ടാണ് അവർ അവര് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഖത്തറിൽ നിന്ന് കാലി സാറിനെയാണ്. അപ്പോൾ അവർ കാലി സാറിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പിന്നെ ഒന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ കേൾക്കാൻ വേണ്ടി നമ്മളൊക്കെ വെയിറ്റ് ചെയ്യാണ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും? ഷാജി സാർ അൺമ്യൂട്ട് പറ്റുന്നില്ല അവർക്ക്? ഗുഡ് മോർണിംഗ്, നമസ്കാരം, അസ്സലാം വലൈക്കും. എൻ്റെ പേര് ഖാലിദ്, കാഞ്ഞങ്ങാടാണ്, കാസർഗോഡ് ജില്ല. ഖത്തറിൽ 7 വർഷമായി. അപ്പൊ ഞാൻ ഡിസംബർ 24-ാം തീയതിയാണ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തത്. പരിചയമില്ലാത്ത ആളാണ്, ഒരു ലേഡിയായിട്ട് മെസ്സേജിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കേട്ട് മനസ്സിലാക്കി. പക്ഷെ ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ കുറെ നാൾ അങ്ങനെ പോയി. പിന്നെ ജനുവരി 29-ാം തീയതിയാണ് ഞാൻ ഐ ഡി എടുക്കുന്നത്. അപ്പൊ അത്രയും ദിവസം പിന്നെ ഒരു കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷെ ഡെയിലി എനിക്ക് മെസ്സേജ് വരും, ഗുഡ് മോർണിംഗ്, എന്താണ് ജോയിൻ ചെയ്യുന്നില്ലേ, സ്റ്റേജിനെ കുറിച്ച് കേൾക്കുന്നില്ലേ, പറയുന്നില്ലേ, അടുത്തൊക്കെ മെസ്സേജ് ഒക്കെ ആയിരുന്നു. ഒരു പരിചയമില്ല. സുഷിത മേഡായിരുന്നു അപ്പം എന്നെ ഇതിന് ഇൻവൈറ്റ് ചെയ്തത്. സുഷിത മേഡാണ്. അങ്ങനെ അത്രയും ദിവസം ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചായിരുന്നു, ഇത് നമുക്ക് പറ്റുമോ ഇല്ലയോ, എന്ത് കഥ എന്നൊന്നും മനസ്സിലാക്കില്ല. അങ്ങനെ ഇതിൽ കയറി 29-ാം തീയതി ഐ ഡി എടുത്തു, സാധനം വാങ്ങി പർച്ചേസ് ചെയ്തു. ഞാൻ തവിടെണ്ണ എല്ലാം ഉപയോഗിച്ചു. തവിടെണ്ണ നല്ല റിസൾട്ട് വന്നു. തവിടെണ്ണ ഉപയോഗിച്ച് വീട്ടില് പലഹാരം ഉണ്ടാക്കി. വൈഫിന്റെ അമ്മാവൻ വീട്ടിൽ വന്ന് തവിടെണ്ണ ഉണ്ടാക്കിയ പലഹാരം കഴിച്ചിട്ടാകുമ്പോൾ അതിന്റെ ടേസ്റ്റ് പിടിച്ചു. അങ്ങനെ തവിടെണ്ണ അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തവിടെണ്ണ കൊടുത്തു. അവർ ഉപയോഗിച്ചു. അവർ പിന്നെ ഇപ്പോ കസ്റ്റമർ ഇപ്പൊ അവർ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയ റിസൾട്ട്. അതിലാണ് എനിക്ക് ഇതിനോടത്തെ അപ്രോച്ച് ഉണ്ട്, ഇത്രയും താല്പര്യം വന്നു. അതിനുശേഷം പിന്നെ കുറെ ആളിങ്ങനെ പോയി. പിന്നെ ഷുഗറിന്റെ ഒരു പ്രശ്നം വന്നു, മരുന്ന് കഴിക്കുന്നുണ്ടായിട്ടില്ല. അങ്ങനെ 500 ഷുഗർ ഉണ്ടായിരുന്നു. ആ ഷുഗർ അങ്ങനെ പോയി. അങ്ങനെ ഗ്ലൂക്കോസിന്റെ നമ്മളെ സപ്ലിമെന്റ്, അതുപോലെ നീം, പിന്നെ വേറെ പേര് പറഞ്ഞു, നീം, പിന്നെ അംല, ഇതൊക്കെ കഴിച്ചുകൊണ്ടായിരുന്നു. ഷുഗർ കുറഞ്ഞു. ഇപ്പം ഫാസ്റ്റ് ഫുഡ് 190 ആണ് ഇപ്പൊ ഷുഗർ ഉള്ളത്. നല്ലോണം കുറഞ്ഞു, വെയിറ്റും കൂടി. അതാണ് രണ്ടാമതൊന്ന് റിസൾട്ട്. മൂന്നാമത് ഇപ്പോ കുട്ടികൾ ഇപ്പോ നാട്ടിൽ നിന്ന് ഇപ്പോ വിറ്റാമിൻ, മൾട്ടി വിറ്റാമിൻ ഗമ്മീസ്, അത് ചുയിങ്ങം പോലെയുള്ള സാധനമാണ്, ചവച്ചിട്ട് ഇറക്കുന്നത്. അപ്പൊ അതിപ്പോ
കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കൊടുത്ത് അതിപ്പോ കഴിക്കുന്നുണ്ട്. പിന്നെ വേറെ ഏതെന്ന് വെച്ചാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം നല്ല നല്ല പ്രോജക്റ്റാണ്. ഇപ്പൊ വൈഫൊക്കെ പറഞ്ഞ നല്ല നല്ല സാധനമാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അപ്പൊ അതെല്ലാം വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് എല്ലാവരും പറയാനുള്ളത്, ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ആരും ജോയിന്റ് ആവുന്നില്ല, ആരും വരുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 90 ഡേ മിഷന് ഞാൻ ഫസ്റ്റ് ചെയ്തു, എനിക്ക് 2-3 പേര് ജോയിൻ ആയി. ഇപ്പൊ വീണ്ടും ഞാൻ 90 ഡേയ്സ് ചെയ്യുന്നുണ്ട്. 90 ഡേയ്സ് അത് എല്ലാവരും അത് ഫോളോ അപ്പ് ചെയ്യണം, അതുമാതിരി ചെയ്യണം. എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യം 90 ഡേയ്സ് മിഷൻ ചെയ്യണം. അത് ചെയ്തെങ്കിൽ നമുക്ക് നമ്മളെ കൂടെ ജോയിൻ ആൾ വരും. ഒന്ന് പറയാനുള്ളത്. രണ്ടാമത് പറയാനുള്ളത്, നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേഷൻ, നമ്മളെ കൊണ്ടുവന്ന് നമ്മൾ അപ്ലൈ എപ്പോഴും നമ്മൾ എന്താക്കും, കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. ഡെയിലി അവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം, അവരോട് സംസാരിക്കണം ഡെയിലി. അപ്പൊ പുതിയ പുതിയ അറിവുകൾ അവർ നമുക്ക് തരും. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും സുശീല മേഡത്തിന് ഡെയിലി ഞാൻ മെസ്സേജ് അയക്കും. അതുമാതിരി സാജി സാറിന് എല്ലാ ദിവസവും ഞാൻ ഗുഡ് മോർണിംഗ് അയച്ചപ്പോൾ ഉണ്ടെങ്കിൽ സാജി സാർ എനിക്ക് മെസ്സേജ് അയക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളെ അപ്ലൈ ആയിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇതാണ് ഞാൻ എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് ഇൻഷാല്ലാ ഭാവിയിൽ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ. ഓക്കെ, അപ്പോ താങ്ക് യു ഫോർ എനിക്ക് ഒരു അവസരം തന്നതിന് വിന്നർ ടീമിനോട് നന്ദിയുണ്ട്. വിഷ് യു വെൽ. താങ്ക് യു ഖാലിദ് സാർ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. നമ്മള് അല്ലേ ചെറിയൊരു കൊച്ചു ഫാമിലി ആവുമ്പോഴേ, പക്ഷെ ഓരോ രാജ്യത്തു നിന്നും നമ്മുടെ ഓരോ സ്ഥലത്തിരുന്നല്ലേ ബിസിനസ്സിന് എത്ര ഭംഗിയാണല്ലേ. തീർച്ചയായിട്ടും ഈ ഇത്ര നല്ലൊരു ബ്യൂട്ടിയായ ഒരു ഫാമിലി എല്ലാവരുടെയും നമ്മുടെ ഒക്കെ ഭാഗ്യം തന്നെയാണ്. അപ്പൊ ഞാൻ അടുത്തത് അശോകൻ സാർ ഉണ്ട്, ട്രിവാൻഡ്രം. അശോകൻ സാർ സംസാരിക്കുന്നു പറഞ്ഞായിരുന്നു. വന്നിരുന്നു ഇതിലോട്ട്? ഇല്ലല്ലേ അശോകൻ ട്രിവാൻഡ്രം? ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? വീഡിയോ ഓണാക്കി സംസാരിക്കാൻ പറ്റുമോ അശോകൻ ട്രിവാൻഡ്രം? ഇല്ലല്ലേ, അത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, വേറെ പേരിൽ കയറിയോ നോക്കിയതാണ്. അപ്പൊ അവര് ഇതിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മൾക്ക് വെസ്റ്റീജിലെ ലൈഫ്, വെസ്റ്റീജിലൂടെ ലൈഫ് തിരിച്ചു കിട്ടിയ ഒരു ഫാമിലിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കാരണം അത്രയും ഒരു എന്താ പറയാ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് ലൈഫ് തിരിച്ചു കൊണ്ടുവന്ന ഒരു ഫാമിലിയാണ് അടുത്ത് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും അവരെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. അർച്ചന ലോഹി മാഡം അപ്പൊ ഒരു കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നില്ലേ സാറേ? കേൾക്കണ്ട്. നിങ്ങളത് സെൽഫ് പരിചയപ്പെടുത്തിട്ട് സംസാരിച്ചോളൂ കേട്ടോ. ആ, എന്റെ പേര് അർച്ചന. ഞാൻ കാഞ്ഞങ്ങാട് പെരിയ കേളോത്തേറിയും ഒരു സാർ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാല് ലൈഫ് പുതിയതായിട്ട് ഇപ്പോ വന്നിട്ടുള്ളതാണ്, ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളതാണ് ഇതിലൂടെ. കുറച്ചാൾക്കെല്ലാം അറിയാൻ എന്നെ. സൗണ്ട് കുറവ്, ജലദോഷമായതുകൊണ്ട് ഹോസ്പിറ്റലിലൊന്നും പോയിട്ട് നമ്മളെ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് തന്നെ യൂസ് ആക്കി ആംല, പിന്നെ തുളസി ഡ്രോപ്സ് അതെല്ലാം യൂസ് ആക്കിയിട്ട് തന്നെ പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട്. പിന്നെ അത് തന്നെ ഹസ്ബൻഡിന്റെ കാര്യം പറയാം. ഡയാലിസിസ് ചെയ്യുന്നതാണ് ഇപ്പോ മുമ്പ് നല്ല ബുദ്ധിമുട്ടുണ്ടായതാണ്. ഇപ്പോ വെസ്റ്റീജിന്റെ 10-13 പ്രൊഡക്റ്റ് യൂസ് ആക്കുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല. ബിപിയുടെ ടാബ്ലറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം നമ്മളെ വെസ്റ്റീജിന്റെ സപ്ലിമെന്റ് തന്നെയാണ്. കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നല്ലേ, ഇപ്പൊ കുറച്ച് മാറ്റമുണ്ട്. ഇപ്പൊ ഹെയർ ഓയില് ഉപയോഗിച്ചിട്ടൊന്നൊക്കെ മാറ്റം ഉണ്ടായിട്ടാ. ഇപ്പൊ ഹെയർ നെയില് പിന്നെ അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വിറ്റാമിൻ ഡി സബ്ലിക്കൽ സ്പ്രേ വാങ്ങിയിട്ടുണ്ട്. അതിലെല്ലാം ഇപ്പൊ കുറച്ച് മാറ്റമായിട്ട് വരുന്നുണ്ട്. മുടി കൊഴിച്ചിലെല്ലാം കുറഞ്ഞോണ്ട് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത് നമ്മളെ വീട്ടിലെ അടുത്തിന്റെ അവർക്കെല്ലാം നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ ആണ് അവർ യൂസ് ആക്കുന്നത്. പേസ്റ്റ്, സോപ്പ് അതെല്ലാം വാങ്ങുന്നുണ്ട് എല്ലാവരും. അവർക്കും പല്ലുവേദന അങ്ങനെല്ലാം നല്ല മാറ്റമുണ്ട്. ഇപ്പൊ തീരുന്നതിന് മുമ്പേ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ കുക്കിംഗ് ഓയിൽ അത് വാങ്ങുന്നുണ്ട് കുറച്ചാളെല്ലാം. പിന്നെ ഷുഗറിന്റെ ഗ്ലൂക്കോ ഹെൽത്ത് ടീം അത് ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് 2-3 പേര്. ചോദിച്ചിട്ട് വാങ്ങുന്നുണ്ട്, കഴിയുന്നതിന് മുമ്പേ ചോദിച്ചിട്ട് വാങ്ങുന്നുണ്ട്. പിന്നെ ഫുള്ള് സപ്പോർട്ടായിട്ട് ഷാജി സാറ്, ഭീമ മേഡം, വിനോദ് സാറ്
അവിടെ ലോഞ്ചിൽ ചെന്നിട്ടുണ്ട് ബുഷ്ര മേഡം. ഞാൻ ഇതുപോലെ ഒന്നും സംസാരിക്കുന്നുണ്ടായില്ല. ഭീമ മേഡം നല്ല വീഡിയോ ഓൺ ചെയ്തിട്ട് സംസാരിപ്പിക്കാനുള്ള ഒരു ഇത് തന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ ഇപ്പോ ഞാൻ ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പായി. മീറ്റിങ്ങിലെല്ലാം കയറാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ. ബുദ്ധിമുട്ടല്ല, പോയിട്ട് വന്നിട്ട് വീട്ടിലത്തെ പണി കുട്ടികളെ നോക്കുന്നതായിട്ട്. എന്നാലും ഞാൻ കയറലുണ്ട്. ആടെ ഫ്രീ ആകുന്ന സമയത്തെല്ലാം 2 മണിക്കൊക്കെ പ്ലാനെല്ലാം കേൾക്കലുണ്ട്. ഷാജി സാറിനെ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കലുണ്ട്. അപ്പൊ അവര് കുറച്ച് ഈ കാര്യമെല്ലാം പറഞ്ഞുതരും. അതുപോലെ വിനോദ് സാറിന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാറുണ്ട്. അവര് നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സോഫിയ മേഡം നല്ല ഇടയ്ക്ക് സംസാരിക്കലുണ്ട്. കാര്യമില്ല ചോദിച്ചറിയാനായിട്ട് ഹസ്ബൻഡിന്റെ കാര്യമെല്ലാം. ഇപ്പൊ സത്യം പറഞ്ഞാൽ നല്ല സന്തോഷത്തിലുണ്ട് ഞങ്ങളുടെ ഫാമിലി. ഹസ്ബൻഡ് ജോലി കഴിഞ്ഞിട്ടാണ് ഒരു ഡയാലിസിസ്. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പൊ ഇപ്പൊ അവർക്കും നല്ലൊരു ധൈര്യം വന്നു, എല്ലാം ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു ധൈര്യം വന്നു. എല്ലാരും ഇപ്പൊ ചോദിക്കുന്നുണ്ട്, മാറ്റി വെച്ചതാണോ, ആരോഗ്യം കണ്ടിട്ട് ചോദിക്കുന്നത് എല്ലാരും, മാറ്റി വെച്ചോന്നുള്ളത്. അതുപോലെ ആയിട്ടുണ്ട് ഇപ്പൊ. പിന്നെ വേറെ പിന്നെ കുട്ടികൾക്ക് മൾട്ടി വിറ്റാമിൻ കമ്പിസ് കൊടുത്തിട്ട് ഓന് നല്ല മാറ്റമുണ്ട്. വൈറ്റ് മുഖത്തെല്ലാം നല്ല വൈറ്റ് ഇതായിട്ടുണ്ടായിന്, വിറ്റാമിന്റെ കുറവ് കൊണ്ട്. രണ്ട് പ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടു. അപ്പൊ അതിൽ തന്നെ നല്ല ചേഞ്ച് ഉണ്ട്. ഹോസ്പിറ്റലിലൊന്നും കാണിക്കേണ്ടി വന്നിട്ടാ കുട്ടികളെ. അവർക്ക് ഇട്ട പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല കൊടുക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല സാറേ. താങ്ക് യു. എനിക്ക് ഈ ഒരു അവസരം തന്നതിന് സുരേഷ് സാറിന് നന്ദി. ഞാൻ സാറ് ചോദിക്കുന്ന സമയത്ത് കുറച്ച് തിരക്കിലുണ്ടായതാണ് ലാബില്. അപ്പോ ഞാൻ വൈകുന്നേരം പറയാന്നാണ് പറഞ്ഞത്. പിന്നെ അതിന് ഇടപെട്ടിട്ട് വിട്ടുപോയി. അപ്പൊ ഇപ്പൊ സാറിന് ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ സംസാരിക്കാൻ നടത്തി. അങ്ങനെ എനിക്ക് ഒരു അവസരം കിട്ടി. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച് അർച്ചന മാഡം. കൂടെ കുട്ടിയും കൂടി പഠിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ആള് വെസ്റ്റിലോട്ട് അടുത്ത ഐഡി എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് പ്രത്യേക അവരെ പിന്നെ ഹസ്ബൻഡിന് രണ്ട് കിഡ്നി ഇഷ്യൂ ആയിട്ട് പിന്നെ വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. നമ്മുടെ വെസ്റ്റിന്റെ സപ്ലിമെന്റ് ഉപയോഗിച്ചിട്ട് അവർ ക്യൂർ ആയിട്ടുണ്ട്, ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ലൊരു സന്തോഷ വാർത്തയാണ് അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ച എല്ലാവരും സന്തോഷ വാർത്തകളാണ് നമുക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എല്ലാവരും ഷാജി സാർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആരൊക്കെങ്കിലും ഇതിന് സംസാരിക്കാനെങ്കിലും സംസാരിക്കാം കേട്ടോ. കാരണം ഇത് നമ്മുടെ എല്ലാവരും പ്ലാറ്റ്ഫോമാണ് കേട്ടോ. നമ്മുടെ ഒരാളുടെ പ്ലാറ്റ്ഫോം അല്ല, എല്ലാവർക്കും കൂടി സംസാരിക്കാം. ഇവിടെ ആർക്കെങ്കിലും ഇനി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ പിന്നെ ആർക്കാണ് പിന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം 1 by 1 ആയിട്ട് കേട്ടോ. പേര് വിളിക്കണമെന്നില്ലല്ലോ. പറഞ്ഞോളൂ മേഡം, സംസാരിച്ചോളൂ കേൾക്കാം. കൃഷ്ണമണി ചേച്ചിയല്ലേ? എന്നെ വിളിച്ചേ? ഹലോ. ഒന്നുമില്ല, ഞാനും ധാരാളം പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. രാവിലെ മുതല് സോപ്പ്, പേസ്റ്റ്, ഹെയർ ഓയില്, എല്ലാ ഇത് കുറച്ചൊക്കെ ഇല്ലേ, ഫ്ലാക്സ് ഓയില്, നോനി, എല്ലാം നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഇപ്പൊ നല്ല മാറ്റമുണ്ട്. കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറവുണ്ട്. പിന്നെ ഇത് ഓയില്, റൈസ് ബ്രാൻഡ് ഓയിൽ, അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്രാൻബെറി, റെസ്പോ കെയർ, പിന്നെ എന്തുട്ടാ ഗാനോഡെർമ, അങ്ങനെ ധാരാളം പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. പണ്ടത്തെക്കാളും നല്ല മാറ്റമുണ്ട്. ഞാൻ ഹാപ്പിയാണ്. എല്ലാ ജോലിയും ചെയ്യാൻ. കൈവേദനയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. ഇപ്പൊ ഞാൻ പക്ഷെ ജോയിനൊന്നും അധികമായിട്ടില്ല, അതൊരു വിഷമം. ആൾക്കാരെ ഷെയർ ഒക്കെ ചെയ്യാറുണ്ട്, എല്ലാവരും ചേരാന്നൊക്കെ പറയും. പക്ഷെ പിന്നെ അവര് മടിക്കണു. വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഇതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ല, മുമ്പോട്ട് പോയിട്ടിരിക്കും. വേറെ ഒന്നുമില്ല സാർ. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാ പ്രൊഡക്റ്റുകളും നല്ല പ്രൊഡക്റ്റാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നിങ്ങളെ വാക്കുകൾ കേൾക്കാൻ പറ്റി വളരെ സന്തോഷം. കാരണം ഒരുപാട് നല്ല റിസൾട്ടാണ് നിങ്ങളും ഷെയർ ചെയ്തിരിക്കുന്നത്.
അപ്പൊ അതിൽ ഓരോ പ്രൊഡക്റ്റിന്റെ എനിക്ക് ഇങ്ങ് ഓരോ പ്രൊഡക്റ്റിന്റെ പേര് കാണാതെ പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷം. കാരണം ഇത്രയ്ക്കും ഉപയോഗിച്ചിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. കാരണം നിങ്ങൾ ആള് വരുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾ ഈ എക്സ്പീരിയൻസ് കേട്ടിട്ട് തന്നെ ആൾക്കാർ ഇതിലോട്ട് ഷെയർ ആവും. കാരണം നമ്മൾ ആൾക്കാരല്ല, നമ്മുടെ ഇതിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമറായി നിൽക്കുക. നമ്മൾക്ക് ഷെയറിങ്ങിലൂടെ ഇതുപോലത്തെ നിങ്ങൾ വാക്കുകൾ ആൾക്കാർ നിങ്ങൾ തേടി വരും ഒരു ദിവസം. കേട്ടോ, എല്ലാവർക്കും വിജയിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ്. എല്ലാവർക്കും ആരും പിന്നെ എന്താ പറയാ ബാക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അടുത്ത ആൾക്കും കൂടി സംസാരിക്കാവോ? ആരെങ്കിലും ഒന്ന് പറയൂ. അടുത്ത ആൾ പറയൂ ഒന്ന്. ആർക്കും, പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും സംസാരിക്കാം കേട്ടോ. ആരത്? ഷഹനാസ് മാഡം. ഷഹനാസ് മാഡം സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ആവുന്നില്ലേ? ആ ഷഹനാസ് മാഡം സംസാരിച്ചു. ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഷഹനാസ്. ഞാൻ 5 മാസമായിട്ട് ഇപ്പോൾ വെസ്റ്റേജിലുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ അതിൽ ഓൺലൈൻ ചെയ്തിരുന്നതാണ്. അതിൻ്റെ ഇടക്കേണ്ടത് എൻ്റെ അപ്പൻ ഷാഫിയാണ്. ഷാഫി ഒരു മെസ്സേജ് അയച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇതിൽ നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. പക്ഷെ പ്ലാനൊക്കെ കേട്ട് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇതിൽ ജോയിൻ ആയതാണ്. പിന്നെ ഷാജി സാറ് നല്ല സപ്പോർട്ടാണ്. ബീമ മേഡം ആയാലും നല്ല സപ്പോർട്ടാണ്. ഇത് ലീഡേഴ്സ്, അത് ഭയങ്കര എടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെ. ലീഡേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക്. എവിടെ നമ്മളിങ്ങനെ, ഞാൻ കുറെ ഇതിലൊക്കെ ജോയിൻ ആയി നോക്കിയിട്ട്, പക്ഷെ അവിടെ നമുക്ക് ലീഡേഴ്സിന് സപ്പോർട്ട് ഇതുവരെ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ ലീഡേഴ്സ് നമ്മളെ കൂടെ കട്ടക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ട്. പിന്നെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് വേറൊരു ലെവലാണ്. ഞാൻ കുറെ ഒരുവിധം സപ്ലിമെന്റ്സ് ഒക്കെ ഞാൻ അവിടെ കഴിക്കുന്നുണ്ട്. കിഡ്നി ഹെൽത്ത് കഴിക്കുന്നുണ്ട്, ലിവർ ഹെൽത്ത്. ഒന്നും പ്രശ്നം ഉണ്ടായിട്ടല്ല കേട്ടാ. നമ്മൾ ഇപ്പൊ ഒരു സപ്ലിമെന്റ് കൊടുക്കുന്നത് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ട്യൂഷൻ കൊടുക്കണതിന് അവർ എക്സ്ട്രാ ഒരു കെയർ കൊടുക്കാനല്ലേ. അതേപോലെ നമ്മൾ എല്ലാ സപ്ലിമെന്റ്സും എന്നാണ് നമ്മളെ അപ്ലയൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അങ്ങനെ ഒരു സപ്ലിമെന്റ്സ് ഒക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ ഞാൻ ട്രൈ ചെയ്താൻ പോകുന്നത് ക്രിൽ ഓയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, ക്യൂട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിക്കാത്തതൊക്കെ ഞാൻ കൂടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എലാർജിയും കഴിക്കുന്നുണ്ട്. അതൊക്കെ നല്ല റിസൾട്ടാണ്, കഴിച്ചൊക്കെ നല്ല റിസൾട്ടാണ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. പിന്നെ പറയുന്നത് പ്രോട്ടീൻ പൗഡർ വെസ്റ്റീജിന്റെ, അത് അടിപൊളിയാണ്. കാരണം നമുക്ക് വൈകുന്നേരം ആയിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, അത് കാല് കടച്ചിലുണ്ടാവും, അതുപോലെ ഭയങ്കര ക്ഷീണമാണ്. അപ്പൊ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെന്ന് പറഞ്ഞ സപ്ലിമെന്റ് കഴിച്ചിരുന്നു. പക്ഷെ ഞാൻ ഈ പ്രോട്ടീൻ പൗഡർ ആ ഒരു ഇതിലൊരു വീഡിയോ കണ്ട്, ഒരു നോമ്പിനൊരു അതിന് ക്ഷീണമായിട്ട് പ്രോട്ടീൻ പൗഡർ എടുത്ത് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കണ്ടു. അപ്പൊ ഞാൻ അതുപോലെ ഓർഡർ ചെയ്ത് കഴിച്ചു. പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ടേ ഇല്ല ഇപ്പോ. അതുപോലെ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, ഹെയർ ഫോൾ നല്ല കുറവുണ്ട്. അതേപോലെ മുടിയൊക്കെ നല്ല നല്ല കട്ടായി, നല്ലൊരു ഒരു സ്ട്രോങ് ആയി നമ്മളെ ഹെയർ ഒക്കെ. നല്ല നമുക്ക് തന്നെ തൊടുമ്പോൾ നമ്മളെ ഹെയർ അറിയാലോ. അപ്പൊ നമുക്ക് നല്ല മാറ്റം അത് ഉണ്ട്. ഞാൻ അടുത്ത ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് സപ്ലിമെന്റ്സ്. വെരിക്കോസിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഒരു ഡോസ് ഞാൻ കഴിച്ചു കഴിഞ്ഞ് അടുത്ത ഫുഡ് പാച്ച് വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അതൊക്കെ നല്ല റിസൾട്ട് ആണ്. ഇത് 2ാമത്തെ മാസത്തുള്ളത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും സംഭവങ്ങൾ അടിപൊളിയാണ്. പിന്നെ ഡീറ്റോക്സ് വാട്ടർ രാവിലെ കുടിക്കുന്നുണ്ട്. ഈ സപ്ലിമെന്റ്സ് കഴിക്കാൻ ബുദ്ധിമുട്ട് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ആ വാട്ടർ രാവിലെ കുടിക്കുന്നുണ്ട്. അതും അടിപൊളിയാണ്. സപ്ലിമെന്റ്സ് നമുക്ക് രക്ഷയില്ല കേട്ടാ. പക്ഷെ നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു പേടിയാണ്, ഇത് കഴിക്കാൻ പറ്റുമോ പറ്റൂലേ, സ്ഥിരമായിട്ട് കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനത്തെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരൊക്കെ മനസ്സിലാക്കി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ നല്ല റിസൾട്ടാണ് നമുക്ക് എല്ലാം കൊണ്ടും. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കണമെന്നാണ് വെസ്ലീം ടീ. അത് ഞാൻ ഫ്രണ്ടിനെ ഓർഡർ ചെയ്താണ്, വെസ്ലീമിന്റെ ആ ഷെയ്ക്ക് അങ്ങനെ ഓർഡർ ചെയ്ത ഫ്രണ്ടിന്. പക്ഷെ ഫ്രണ്ട് എനിക്ക് തന്നിട്ട് ഞാൻ വെസ്ലീം ടീ കുടിക്കൽ തുടങ്ങി. ഇപ്പൊ ഇവിടെ ഞാനും ഇക്കാകെ വെസ്ലീം ടീ ആണ്, ഇക്കാടെ ബ്രദർ വെസ്ലീം ടീ കുടിക്കണം. ഒരുപാട് ആൾക്കാർ വെസ്ലീം ടീ ഖത്തറിൽ തന്നെ കുടിച്ചിട്ട് ഇഷ്ടമായിട്ട് ഓർഡർ ചെയ്യിപ്പിച്ചിട്ട് കുടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സംഭവമാണ്. അത് വേറൊരു റേഞ്ചാണ് നമ്മളെ സപ്ലിമെന്റ് പ്രൊഡക്റ്റ്. പിന്നെ ഡെയിലി യൂസിനുള്ള നമ്മളെ ഷാമ്പൂ, പേസ്റ്റ്, സോപ്പ്, അതൊക്കെ ഞാൻ വെസ്റ്റീജിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും സംഭവം അടിപൊളിയാണ് കേട്ടാ. ഇനി പുതിയ ഞാൻ പറഞ്ഞില്ല, പുതിയത് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് വെച്ചു. പക്ഷെ ശതാവരി കഴിക്കുന്നുണ്ട്, അയൺ ഫോളിക് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളെ സെല്ലിന്റെ പുതിയ പ്രൊഡക്റ്റ് വരുന്നുണ്ടല്ലോ, അത് നോക്കി നോക്കുമ്പോൾ 2 ഔട്ട് ഓഫ് സ്റ്റോക്ക് കണ്ടു. പക്ഷെ സാറ് പറഞ്ഞത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അതും ട്രൈ ചെയ്യണം. അപ്പൊ ഇനി വരുന്നതൊക്കെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും റിസൾട്ട് നമുക്ക് എന്തായാലും 100% നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഉറപ്പാണ്. അപ്പൊ ഇനി ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുക. നമുക്ക് അസുഖം വന്നിട്ട് ഉപയോഗിക്കാനല്ല, അതിന് മുന്നേ തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന നിലക്ക് നമുക്ക് അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഞാനിവിടെ ഒരു വെസ്റ്റേജ് കോർണർ ആക്കി വെക്കണം. ഇവിടെ ഖത്തറിലായത് കൊണ്ട് അധികം നാട്ടിൽ പോലെ അധികം വരില്ല, ആ ഒരു പ്രശ്നമുണ്ട്. നമ്മളെന്നെ ഡെയിലി കാണേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി വരുന്നവർക്ക് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കോർണർ ആക്കി വെക്കണം. കാരണം അത്രയും സപ്ലിമെന്റ്സ് ഞാൻ അവിടെ ഉപയോഗിക്കുന്നുണ്ട്.
അപ്പൊ അതൊക്കെ നല്ല റിസൾട്ട്. അപ്പൊ എല്ലാവരും അങ്ങനെ വാങ്ങി ഉപയോഗിക്കുക, നല്ലൊരു വെസ്റ്റീജിയൻസ് ആയിട്ട് മാറുക. താങ്ക് യു. താങ്ക് യു ഷാനസ് മാഡം, താങ്ക് യു വെരി മച്ച്. വളരെ എന്താ പറയാ പവർഫുൾ എന്ന് പറയാ, പവർഫുൾ വേർഡ്സ്, അത് ഉറച്ച വേർഡ്സുകളാണ് കേട്ടോ. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്സ്, കാരണം അത് എത്ര കോൺഫിഡൻസ് കൂടിയാണ് സംസാരിച്ചത്. അതെല്ലാം ഒരു കാരണം റീസെന്റ് ഇറങ്ങിയൊരു പ്രൊഡക്റ്റ് അത് ലോഞ്ച് ആകുന്നേ ഉള്ളൂ, അപ്പോഴേക്കും അവർക്ക് അതിനെ കുറിച്ചിട്ട് അറിയാൻ ചെയ്തു, അതിന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കും വെസ്റ്റീജിന്റെ പിന്നെ ഇഴകിച്ചേർന്ന ഒരാളാണ് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് കേട്ടത് കേട്ടോ. വളരെ നന്ദി ഷെയർ ചെയ്തതിൽ. വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നവര്, എന്റെ അപ്ലൈൻസ് ഒക്കെ എന്റെ ഉയർച്ചയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഇത് കേൾക്കുമ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, എന്റെ കമ്പനി മാനേജർ ആരെങ്കിലും അടുത്ത് റിപ്പോർട്ടിംഗ് പോയിന്റിലിട്ട് ജസ്റ്റ് ആളെക്കാൾ കുറച്ച് പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡ്യൂട്ടി വെയിലത്തായിരിക്കും, നെക്സ്റ്റ് ഡേ ഡ്യൂട്ടി. മനസ്സിലായില്ലേ? എന്തായാലും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ നമ്മൾ ഇവിടെ അല്ല, ഇവിടെ എനിക്ക് പിന്നെ നമ്മളെക്കാളും പെർഫോം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ഓർഗനൈസേഷൻ വന്നിട്ടുണ്ടാവും. പക്ഷെ അവർ പെർഫോം ചെയ്യട്ടെ, അവർ ഉയരട്ടെ, നമ്മളെക്കാളും ഉയർച്ചയിലെത്തട്ടെ. എന്നാൽ അത് നമ്മുടെ ബിസിനസ് ആണ്, നമ്മുടെ ആൾക്കാരാണ് അവര് ഓരോ ആൾക്കാരും നമ്മുടെ വിശ്വസിച്ച് വരുന്നതാണ്, ഉയരാൻ വേണ്ടിയിട്ടാണ് വരുന്നവര്. അവരെ ഉയർത്തുക, എത്ര പറ്റും നിങ്ങളെ കൊണ്ട് അത്ര സപ്പോർട്ട് ഉയർത്തുക. ഇതുപോലെ പവർഫുൾ വേർഡ്സുകൾ ഓരോ ആൾക്കാരുടെ വാക്കുകൾ കേട്ടിരിക്കണം. നിങ്ങളെ ഈ പവർഫുൾ വേർഡ്സും അതുപോലെ എക്സ്പീരിയൻസും ആണ് നിങ്ങളുടെ കൂടെ വന്നവരെ വിശ്വാസം. അത് കേട്ടിട്ടാണ് അവർ കൂടെ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഓരോ ആൾക്കാരും നമ്മൾ ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഓണാക്കി സംസാരിക്കുന്ന ഓരോ വ്യക്തികളും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നു, വീഡിയോ ഓണാക്കുന്നതിൽ പലപ്പോഴും നമുക്ക് പുതിയ പ്ലാറ്റ്ഫോമിൽ പേടിയാണ്, ശരിക്കും പേടിയാണ് എല്ലാവർക്കും. കാരണം ഇവിടെ യാതൊന്നും പേടിക്കാനില്ല, 100% നിങ്ങൾ സേഫ് ആണ് കേട്ടോ നമ്മുടെ ഓർഗനൈസേഷൻ. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സംസാരിച്ചവർക്കൊക്കെ നന്ദി അറിയിക്കുന്നു. ഇനി ഒരു ചാൻസ് കൂടെ ഷാനാസ് മേഡം എന്താ സംസാരിക്കാനുണ്ടെന്നോ? സാർ ഞാൻ ചോദിച്ചത്, ഞാനേ ഒന്നും കൂടി നമ്മളെ തുളസി, പഞ്ചതുളസി, ഞാനിവിടെ ഹസ്ബൻഡ് നെഞ്ഞരിച്ചിലുണ്ടാകുമ്പോൾ ഒരു ചെറിയൊരു പേര് കറിയില്ല, ചെറിയൊരു ഗുളിക കഴിക്കാറ്. എപ്പോഴും നെഞ്ഞരിച്ചിൽ വരുമ്പോ ആ ഒരു ഗുളിക കൂടെ സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പൊ ഞാൻ പഞ്ചതുളസി മേടിച്ചതിന്റെ ഗുളിക കാണാനല്ല, ഞാൻ അധികം തിരയാൻ പോയില്ല, ഇത് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ഞാൻ ഒരു ഡ്രോപ്സ് ഇട്ടിച്ച് കൊടുത്തപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ കുടിച്ചു നോക്ക് എന്നിട്ട് മതി. പക്ഷെ കുടിച്ച ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ നെഞ്ഞരിച്ചിൽ വന്ന ആദ്യം ചോദിക്കുക ആ ഡ്രോപ്സ് ഇട്ടിച്ച് വെള്ളം തായിരുന്നു ആദ്യം പറയും എന്നോട്. അപ്പൊ ഞാൻ ഇപ്പൊ എങ്ങനെയുണ്ട്, ഇപ്പൊ ഇഷ്ടമായി നിൽക്കുമ്പോൾ പറയും നല്ല മാറ്റമുണ്ട്. ഇപ്പൊ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നം വരുമ്പോഴും നമ്മളത് കുടിക്കുമ്പോൾ ഭയങ്കര റിസൾട്ട് ഉണ്ട് കേട്ടാ. അപ്പൊ ഞാൻ ഇപ്പൊ ഡെയിലി അങ്ങനെ ഇതിന്റെ ഇപ്പൊ ഗുളിക ഞാൻ നോക്കാറില്ല, എവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ തിരയാറില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത് വരുമ്പോ എത്തിച്ചു കൊടുക്കുന്നത് ആ ഡ്രോപ്സ് ആണ്. അതുപോലെ മക്കൾക്ക് ഞാൻ നമ്മളെ ഇതുണ്ടല്ലോ ഗമ്മി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കള് കൊണ്ടുപോയിട്ട് ഫ്രണ്ട്സുകൾക്കൊക്കെ കൊടുത്തവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ പറയും ഇങ്ങനെ ഇടയ്ക്ക് സ്കൂളിൽ പോകുമ്പോൾ 5 6 കൊണ്ടുപോകും ഫ്രണ്ട്സിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ കഴിക്കാൻ. അപ്പൊ അത് ഭയങ്കര ഇഷ്ടം, അത് ഭയങ്കര ഇതാണ്, മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കണത്. മക്കൾക്കുള്ള പ്രോട്ടീൻ പൗഡർ മേടിച്ചിട്ടുണ്ട്. അപ്പോ മക്കൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാല്, ഇവിടെ കുറച്ച് എക്സസൈസ് ചെയ്യുന്ന മെഷീൻ ഉണ്ട്, അത് എക്സസൈസ് ചെയ്യും, ഇത് പറഞ്ഞ് പ്രോട്ടീൻ പൗഡർ കാട്ടുന്ന പറയും. അങ്ങനെ പ്രോട്ടീൻ പൗഡർ കലക്കി കൊടുക്കും. അപ്പൊ പിന്നെ വിനോദ് സാറ് പറഞ്ഞ് അതിൽ പ്രോട്ടീൻ അളവ് കുറവാണ് മക്കൾക്ക്, അപ്പൊ മറ്റേ നമ്മളെ പ്രോട്ടീൻ പൗഡർ മേടിച്ചത് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് അവർക്ക് പ്രോട്ടീന്റെ അളവും കിട്ടും ചെയ്യും, അത് കുടിക്കാൻ ടേസ്റ്റ്. നമ്മളെ സാധാ പ്രോട്ടീൻ പൗഡർ ആകുമ്പോൾ തീരെ ടേസ്റ്റ്, വികാരമില്ലാത്ത പൊടിയാണിത്, ഒരു മധുരമല്ല, ഒരു ഇതില്ലാത്ത പൊടിയാണ്. ഞാൻ ആദ്യം കുടിച്ചിട്ട് ഫസ്റ്റത്തെ ഞാൻ കളഞ്ഞാലാന്ന് വിചാരിച്ചിരുന്നു, കുടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വാങ്ങിയതല്ലെന്ന് വിചാരിച്ച് പക്ഷെ ഒറ്റ പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ ഡെയിലി ഇത് കുടിക്കും. നമുക്ക് പിന്നെ കുടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം കൂടും അതിനോട്. അപ്പൊ അങ്ങനെ ഇനി അതുകൂടി കലക്കി കൊടുക്കണം. അവന് സാറ് പറഞ്ഞപ്പോ മക്കൾക്ക് അതിന്റെ പ്രോട്ടീൻ ഇതും കിട്ടും ചെയ്യും, ആ ഒരു ടേസ്റ്റ് ചോക്ലേറ്റ് വാനില മേടിച്ചിട്ടില്ല, അപ്പൊ അതിന്റെ ഒരു വാനിലയുടെ ഫ്ലേവർ ആ മക്കൾ കുടിക്കും ചെയ്യും. ഇപ്പൊ ഡെയിലി ഇപ്പൊ അങ്ങനെയാണ്, ഇവർ വന്ന് എക്സസൈസ് ചെയ്യുക, ആ ഡ്രിങ്ക് എടുത്ത് കുടിക്കുക, അതാണ് ഇപ്പൊ അവർക്ക് ഡെയിലി ഉള്ള പണി. അപ്പൊ അത് അവർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു മക്കൾക്ക്. കാരണം മക്കളൊന്നും അധികം പ്രോട്ടീൻ കഴിക്കില്ല, കൂടുതൽ കഴിക്കുക ഇപ്പൊ എഗ്ഗ് മാത്രമല്ലേ കഴിക്കുള്ളൂ, അവർക്ക് അത്ര പ്രോട്ടീൻ കിട്ടണില്ലല്ലോ. അപ്പൊ അതൊക്കെ നല്ല മക്കളെ പ്രൊഡക്റ്റ് ആയാലും കുട്ടികൾക്കുള്ള പ്രൊഡക്റ്റ് ആയാലും നമുക്ക് നല്ല യൂസ് ഉള്ള സാധനമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും അതൊക്കെ വാങ്ങി മക്കൾക്കും കൊടുക്കുക. നമ്മളും പിന്നെ എന്റെ വീട്ടിൽ എന്റെ ഉമ്മാക്ക് ഇതുപോലെ ഞാൻ കാൽമുട്ട് വേദന ഉണ്ട്, ഉമ്മാക്ക് ഗ്ലൂക്കോസമിന് കാൽസ്യം കൊടുത്തു. ഇനി അടുത്തൊന്ന് നമ്മളെ കൊളാജ് വാങ്ങി കൊടുക്കണം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടുത്ത കൊളാജ് വാങ്ങി തരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നവർക്കൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. അവർ യൂസ് ചെയ്ത് റിസൾട്ട് അവർക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. നമ്മൾ പറയുമ്പോൾ ആരും വിശ്വസിക്കൂല, എത്ര ക്ലാസ്സിന് ക്ഷണിച്ചാലും വിശ്വസിക്കൂല. പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റ് അതിന്റെ റിസൾട്ട് മനസ്സിലാവും. അതുപോലെ CMD ഇപ്പൊ ഒരു ബോട്ടിൽ കഴിഞ്ഞ് അടുത്ത ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. നാളെ ഒരുവിധ സാധനങ്ങൾ ഖത്തറിലേക്ക് എത്തും. ഹസ്ബൻഡ് നാട്ടിൽ പോയിട്ടുണ്ട്, വലിയൊരു ലിസ്റ്റ് ഓർഡർ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാളെ വെസ്റ്റീജിന്റെ ഒരു വലിയൊരു 2-3 ബോക്സ് കൂടെ എത്താനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഇത് ബ്രാൻഡ് ഓയിൽ ഉണ്ട്, കാരണം നമുക്കിവിടെ ആരും ഓയിലൊന്നും കൊണ്ടുവരില്ല, നമ്മളെ ആൾക്കാർ വരുമ്പോൾ മാത്രം നമുക്ക് അതൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരു ബോട്ടിലൊക്കെ ആരെങ്കിലും കൊണ്ടുവരുള്ളൂ പറഞ്ഞാൽ തന്നെ.
അപ്പൊ അത് 2 ബോട്ടിൽ ബ്രാൻ ഓയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ സപ്ലിമെന്റ്സ് ഒക്കെ ഒരുവിധം സാധനങ്ങളൊക്കെ ഇൻഷാല്ലാ നാളെ കണ്ട് എത്തിയിട്ട് ഞാൻ ഫോട്ടോ വിട്ടാറുണ്ട്. ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എത്തിയിട്ട്, നമ്മളിവിടെ എത്തിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൊറിയർ ചാർജ് കാരണം പിന്നെ ഭയങ്കരമാണ്, നമുക്ക് നടക്കില്ല. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇത് നമുക്കത് കൊടുത്തു വിടാൻ പറ്റും. കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ, അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിന്റെ ക്വാളിറ്റി അറിയാം. അപ്പൊ അതുകൊണ്ട് അവർ ധൈര്യത്തിൽ കൊണ്ടുവരും ചെയ്യും. അപ്പോ നാളെ എത്തും, അതിന്റെ ഒരു വിധം സാധനങ്ങളൊക്കെ നാളെ ഇവിടെ എത്തും. അതൊക്കെ തന്നെയാണ്. അപ്പൊ ഞാനിത് ലിസ്റ്റിൽ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ പുറത്തു പോകുന്ന വിചാരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഒരു അവസരം, ഇത് നല്ലൊരു അവസരമാണ്, ഇത് കളയണ്ട. കാരണം നമുക്ക് നമ്മളെ എക്സ്പീരിയൻസ് പറയാനും പറ്റും, ഇത്ര ആൾക്കാരുടെ മുന്നിൽ നമുക്ക് ഷെയർ ചെയ്യാനും, ഇത് ആവശ്യക്കാർക്ക് അത് വാങ്ങി ഉപയോഗിക്കാനും പറ്റും. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഒരു ചാൻസ് സാറിനോട് ചോദിച്ചത്. സുരേഷ് സാർ, ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് സാർ കണ്ടിട്ടില്ല, അത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടത് സാറെ ഒരു ചാൻസ് തരുമെന്ന് വെച്ചിട്ട്. എന്തായാലും താങ്ക് യു സുരേഷ് സാർ, ഒരു ചാൻസ് തന്നതിന് കേട്ടാ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്റെ മൈൻഡ് എന്നോട് തന്നെ പറയാം, എന്താ സുരേഷ് നീ കുറച്ച് ചേഞ്ച് ആവാനുണ്ടടാ എന്ന് എന്നോട് തന്നെ പറയാം. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പോവുക, കാരണം ഇതൊക്കെ കേട്ടപ്പോ ഒരുപാട് പഠിക്കാനുണ്ടടാ നിൽക്കുന്ന എന്നോട് ഞാൻ തന്നെ പറഞ്ഞു പോവുക അറിയാതെ. കാരണം എനിക്ക് കുറെ നോളജ് ഇപ്പൊ കിട്ടി എനിക്ക്, കാരണം ഇത്രയും പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടോ, എല്ലാവരും എക്സൈറ്റ്മെന്റ് ആയ ഒരു ഇതാണ്. പിന്നെ നമ്മുടെ വിനോദ് സാർ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, അത് നമ്മൾ ആരും ചെയ്യുന്നില്ല. വിനോദ് സാർ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസ് പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതാനും പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ ഉണ്ടല്ലോ, അതിൽ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഏറ്റവും വലിയ ഉപകാരമാണ്. കാരണം നമ്മുടെ വീക്കിലിയോ മന്ത്ലിയോ ഒക്കെ ഇതുപോലെ സെഷൻ വെക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ ആ പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന നല്ലൊരു ഉപകാരം. നിങ്ങൾ ഒരാൾക്ക് ബിസിനസ് ഷെയർ ചെയ്യുന്നു അതൊക്കെയാണ്, പക്ഷെ അതുകൂടെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കൂടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോണ്ടല്ലോ വലിയൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നത്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നിങ്ങളെ സംസാരത്തിൽ ചിലപ്പോൾ ഓരോ പിന്നെ ലാംഗ്വേജ് ഉണ്ടോ ചിലവർക്ക് സംസാരിക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടാവും, ചിലർക്ക് ക്ലാരിറ്റി ഉണ്ടാവും. ഒന്നും കുഴപ്പമില്ല ഇവിടെ. ഷാജി സാർ എപ്പോഴും പറയും ഇവിടെ സൗന്ദര്യം ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല ഇവിടെ ബിസിനസ്സിന്. നമുക്ക് നല്ലൊരു മനസ്സ്, മറ്റുള്ളവരെ സഹായിക്കണം മനസ്സ്. അപ്പൊ പിന്നെ വിനോദ് സാർ പറയുന്ന പോലെ നമ്മുടെ എപ്പോഴും എക്സ്പീരിയൻസ് പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ഷെയർ ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ഇന്നതായിരുന്നു നല്ല വെരി പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്കും ഒരു എൻകറേജ് കിട്ടും. ഞാൻ ഇത്രയും ആൾക്കാർക്ക് 600 ആൾക്കാരുടെ ഗ്രൂപ്പിലോട്ട് എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ അതിൽ ഒരാളെങ്കിലും ചിലപ്പോൾ ജീവൻ രക്ഷപ്പെട്ടു പോട്ടെ എന്നുള്ളൊരു ഇതുണ്ടോ. ചിലപ്പോൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഒരാളെങ്കിലും ഒരു പിന്നെ നമ്മുടെ പിന്നെ എന്താ പറയാ സപ്ലിമെന്റ് ഉപയോഗിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ ലൈഫ് ഒരു ദിവസമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏറ്റവും ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് ഉള്ളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ വിന്നിംഗ് ടീമിന്റെ സെർവറാണ് ഓരോ ആൾക്കാരും. നമ്മുടെ കാര്യമല്ല നോക്കുന്നത്, എല്ലാവരും കൂട്ടായ്മ ഒരു ഫാമിലിയുടെ കാര്യമാണ്. തീർച്ചയായിട്ടും അതുപോലെ ഷാജി സാർ അതുപോലെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്, എല്ലാവരും ഒരു കുടുംബത്തെ പോലെ അല്ലേ. ശരി, തീർച്ചയായിട്ടും എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരാളെയും തകർച്ച ആരും കാണുന്നില്ല, എല്ലാവരും ഉയർച്ച മാത്രമേ കാണുന്നുള്ളൂ. എനിക്കും ആഗ്രഹം അത് തന്നെയാണ്. നമ്മുടെ ഇവിടെ എന്താ പറയുക ബിസിനസ് വന്നിട്ട് ഒരാളും ഡൗൺ ആയി പോകരുത്. എനിക്ക് ആളില്ല എന്ന് പറയുന്നില്ലേ, നിങ്ങളുണ്ടോ ഇവിടെ അത് മതി. നമ്മൾക്ക് നമ്മൾ ആരോഗ്യത്തിലുണ്ടോ അതാണ് ഏറ്റവും വേണ്ടത് നമ്മൾക്ക് കേട്ടോ. അപ്പോ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ ടൈം ഏകദേശം 5 മിനിറ്റ് എക്സ്ട്രാ ആയിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത് സംസാരിക്കാം കേട്ടോ. കാരണം ഇത്ര നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടാൻ കുറച്ച് കഷ്ടമായിരിക്കും, എപ്പോഴെങ്കിലും ഉണ്ടാവാറുള്ളൂ ഇത് കേട്ടോ. അപ്പോ ഞാനൊന്ന് പറയാം. പറയൂ. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് മുംതാസ് ബീഗം. ഞാനിവിടെ മലപ്പുറം ജില്ലയിലെ ചേളാരിയിലാണ്. സുരേഷ് സാർ എന്നോട് ചോദിച്ചിരുന്നു, ചോദിച്ചിരുന്നു. പക്ഷെ എപ്പൊ ഞാൻ എന്തെങ്കിലും MC ഒക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ചെറിയ മക്കളാണ്. അപ്പൊ അന്ന് തയ്യാറായി നിൽക്കുമ്പോൾ ആ ഒരു ടൈമിലായിരിക്കും അവരുടെ കരച്ചിലും ഇതൊക്കെ ഉണ്ടാവും. വീട്ടിലാരുമില്ല, ഞാനും 2 മക്കളെ ഇപ്പം വീട്ടിലുള്ളൂ. അപ്പൊ അവരൊന്നും വേറെ ആൾക്ക് കൊടുക്കാനൊന്നിനും പറ്റൂല. അപ്പൊ അവര് എപ്പോഴും ബഹളായിരിക്കും. സാറോട് പറഞ്ഞാണ് ഞാൻ നോക്കാം, പറ്റാന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ. ഇപ്പൊ മോൻ ഉറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു അവസരം കിട്ടിയത്. അവസരം തന്ന സാറിനോട് ഫസ്റ്റ് തന്നെ താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ സപ്ലിമെന്റ് ഞാനും ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. സ്പൈറിന, അംല, അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വൈറ്റമിൻസ് D, പിന്നെ അയൺ ഫോളിക്, ശതാവരി മാക്സ്, ഇതൊക്കെ ഭയങ്കര റിസൾട്ടാണ്. പിന്നെ തുളസി ഡ്രോപ്സ്, അതാണ് മെയിൻ. ഇപ്പൊ എനിക്കായാലും ഇപ്പൊ വീട്ടിലായാലും എൻ്റെ വീട്ടിലായൊക്കെ ഒരു ജലദോഷമോ ചുമയോ വയറുവേദന പല്ലുവേദന എന്ത് വരികയാണെങ്കിലും ഞാൻ വേഗം പറയാം തുളസി ഡ്രോപ്സ് ഉണ്ട്, അതൊന്നും കുറച്ച് വെള്ളത്തിൽ ഇറ്റിച്ചാണ് കഴിച്ചു നോക്കുക പറയാം. അപ്പൊ അനങ്ങിയപ്പോ വീട്ടിൽ നിന്ന് കളിയാക്കൽ വരെയാണ്. അപ്പൊ എനിക്കെല്ലാത്തിനും ഇപ്പൊ തുളസി ഡ്രോപ്സ് ആണല്ലോ എന്ന് പറഞ്ഞാൽ കളിയാക്കലാണ്. എന്ത് അസുഖമാണ് ഇപ്പൊ നമുക്ക് വയറുവേദന, ഗ്യാസിന്റെ പ്രശ്നം വരികയാണെങ്കിലും പല്ലുവേദന വരികയാണെങ്കിലും ലൂസ് മോഷൻ വരികയാണെങ്കിലും എന്തിനും പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ തുളസി ഡ്രോപ്സ് എന്ന് പറയുന്നത്. പൊതുവേ ഇപ്പൊ എന്റെ മക്കൾ വീണാൽ എവിടെയെങ്കിലൊക്കെ തല ഇടിച്ചാല് ആദ്യമൊക്കെ വാസലിനായിരുന്നു വേഗം തേച്ചു കൊടുക്കാൻ. അതൊന്ന് മൊയച്ചു വരാതിരിക്കാൻ വേണ്ടി വാസലിനാ തേച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ അത് തേച്ചു കൊടുക്കല് വാസലിനല്ല, ഇപ്പൊ ഞാൻ തുളസി ഡ്രോപ്സ് ആണ്. മെല്ലെ ചെറിയ ഒരു ഡ്രോപ്സ് 2 ഡ്രോപ്സ് ആക്കിയാണ്ട് അതാണ് തേച്ചു കൊടുക്കുക. അപ്പൊ അവർ ആ കല്ലിച്ച് വന്ന രക്തത്തിന്റെ ആ കലകൾ പോകുന്നുണ്ട്, അവർക്ക് വേദന മാറുന്നുണ്ട്. അത്രയും
ഒരു ബെനിഫിറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ തുളസി ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ചുമയ്ക്കായാലും ജലദോഷത്തിനായാലും ഏതൊരു പ്രൊഡക്റ്റും ഏതൊരു അസുഖത്തിനും നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണത്. വാങ്ങിക്കാത്തവര് എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക. അപ്പൊ മക്കൾക്കാരും ഇടയ്ക്കിടയ്ക്ക് ജലദോഷം കഫക്കെട്ട് അങ്ങനെയൊക്കെ വരുന്നതാണ്. ചെറിയ മക്കൾ 1 വയസ്സായിട്ടുള്ള മോനാണ്, അവനക്കും ഒരു ടീസ്പൂണിൽ ഒരു ഡ്രോപ്സ് ഒക്കെ എത്തിച്ചാണ്ട് അവനക്ക് ഞാൻ കൊടുക്കാറുണ്ട്. നല്ല റിസൾട്ട് ആണ്. അതുപോലെ തന്നെ മക്കളൊക്കെ മക്കളെ പല്ലൊക്കെ എല്ലാം ചെറുപ്പത്തിലെ മിഠായിയൊക്കെ തിന്നിട്ട് പല്ലൊക്കെ അധികം പോയിട്ടുണ്ട്. അപ്പം അവരും പേസ്റ്റ് ഉപയോഗിക്കുന്ന ആ ഒരു കാരണം കൊണ്ട് അവർ പല്ലുവേദന ഒരിക്കലും വരാറില്ല. ഞാൻ ആദ്യമൊക്കെ ഇതിൽ വരുന്നതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് പല്ലുവേദന ആയിരുന്നു. പല്ല് പോയാലും വേദന വരാറില്ല. അപ്പൊ അതിനൊരു സമാധാനമില്ല. ഞാൻ പല്ല് ഡോക്ടറെ അടുത്തേക്ക് പോകണമെങ്കിൽ തന്നെ ഒരു സംഖ്യയാണ്. അപ്പൊ ഇതുകൊണ്ട് പല്ലുവേദന വരാറില്ല. പല്ല് പോയാൽ പറഞ്ഞു പോകണ പ്രായമാകുമ്പോ അതുകൊണ്ട് പറഞ്ഞു പോയിക്കോളൂ എന്ന് വിചാരിക്കും. ഇപ്പൊ അഥവാ ഇടയ്ക്ക് മിഠായിയൊക്കെ ഓവറായി തിന്നിട്ട് പല്ലുവേദന പറയുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ പേസ്റ്റ് മാത്രം എടുത്തക്കാണ്ട് അവിടെ വെച്ച് കൊടുക്കുക ചെയ്യുക. അത് കുറച്ച് കഴിയുമ്പോൾ മാറും ചെയ്യും. അത്രയ്ക്ക് സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നമ്മളത്. ടീമില്ലാത്തവരൊന്നും ആരും വിഷമിക്കേണ്ട. നമ്മൾ പ്രൊഡക്റ്റിൽ തന്നെ വിശ്വസിച്ച് നിൽക്കുക. നമ്മുടെ ഉള്ളിൽ വെസ്റ്റേജ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഇതിൽ വിജയിക്കും. ടീമൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അത് ഉറപ്പാണ്. ആദ്യമൊക്കെ ചിലപ്പോൾ ആദ്യം വരുന്ന ആളുകൾക്കൊക്കെ ടീം ഒരുപാടുണ്ട് വരും. പക്ഷെ വരുന്ന ആളുകൾ ഐഡിയ എടുത്ത് വെറുതെ ഇരിക്കുന്നവരായിരിക്കും. പക്ഷെ നേരം വൈകി വരുന്നവർക്ക് അത് നല്ലൊരു പവർഫുൾ ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓക്കെ. താങ്ക് യു. വിഷ് യു വെൽ. താങ്ക് യു മുംതാസ്, താങ്ക് യു വെരി മച്ച്. സമയം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു പിന്നെ കുട്ടി കരയുന്നൊക്കെ. പക്ഷെ എന്നാലും പിന്നെ എന്താ പറയാ, നമുക്ക് എല്ലാവരും ഭാഗ്യം, നമുക്ക് അവരെ കുറച്ച് എക്സ്പെൻസ് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരാള് ചെറിയൊരു കുഞ്ഞു അവനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറെ സമയമായിട്ട്. നമ്മുടെ കുമാരി ചേച്ചി, മാഡം കുമാരി ചേച്ചി, സംസാരിക്കാൻ പറ്റുമോ? ഞാനത് നേരത്തെ വിളിച്ചില്ല നിങ്ങളെ, ഞാൻ കുഞ്ഞ് കരയുന്നുണ്ട്. അപ്പൊ കരയോന്ന് വെച്ചിട്ട് പറ്റില്ല. ചേച്ചിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്, പക്ഷെ അൺമ്യൂട്ടാക്കാൻ പറ്റില്ല. പറ്റില്ല. ഓക്കെ 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 ഓക്കെ. കുഞ്ഞുവാനെ അടുത്തേക്ക് നേരത്തെ വിളിച്ചില്ലായിരുന്നു, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, കുഴപ്പമില്ല. നിങ്ങൾ പ്രൊഡക്റ്റ് ഗ്രൂപ്പായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ മതി, നോ പ്രോബ്ലം. അപ്പോൾ പിന്നെ എന്നാർക്കും സംസാരിക്കാൻ ഇല്ലല്ലോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓരോ ആൾക്കാർക്കും സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാരും പേര് വിളിക്കാത്തത് വിഷമിക്കണ്ട, ആർക്കും അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. സംസാരിക്കണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ, ആരും ഇല്ലല്ലോ. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? 8:40 10 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ വളരെ സന്തോഷം കേട്ടോ. കാരണം എനിക്ക് പലപ്പോഴും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട്, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നേരെ ഇരുന്നതാണ്. പക്ഷെ എന്റെ എനർജി ഫുൾ ഡൗൺ ആയിരുന്നു. എവിടുന്നാണ് എനർജി വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ സ്ക്രീനിൽ തൊട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ നീല ഷർട്ട് ഇട്ട ഒരാളുണ്ട് അവിടെ, അവിടുന്നാണ് നമുക്ക് എനർജി വരുന്നത്. കോർണറിലേക്ക് നീല ഷർട്ടാണ്, മനസ്സിലായില്ലേ? നമ്മുടെ ഷാജി സാറ്. ഞാൻ മീറ്റിങ്ങിന് കുറച്ച് മുമ്പേ 5 മിനിറ്റ് മുമ്പേ ഷാജി സാറോട് സംസാരിച്ചു. കാരണം ഞാൻ ഫുൾ ഡൗൺ ആണ്, പറ്റുമോ MC ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ 5 മിനിറ്റ് അദ്ദേഹത്തെ സംസാരിച്ചു. കാരണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബിസിനസ് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞ് നെഗറ്റീവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മിസ് കോൾ അടിച്ചാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് ഹായ് ഇട്ടാൽ മതി. ബാക്കി അദ്ദേഹം ഏറ്റെടുത്തു. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും എല്ലാവരും ഹൈ എനർജിയിൽ നിൽക്കേണ്ട ആൾക്കാരാണ്. ഒരിക്കലും ഡൗൺ ആയി നിൽക്കരുത്. നമ്മൾക്ക് എല്ലാവർക്കും എല്ലാത്തിനുള്ള കഴിവുണ്ട്. കഴിവില്ലെന്ന് പലപ്പോഴും തോന്നാറുണ്ട്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ വെസ്റ്റേജ് ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ വളരെ ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഞാൻ നമ്മുടെ അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാരെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ എത്ര ആൾക്കാർക്ക് ഇവിടെ ഇത് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? എത്ര ആളെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്? എത്ര ആൾക്ക് ക്യൂർ ആയിട്ടുണ്ട്? ഇപ്പോ പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞില്ലേ, അവർ അപ്ലയൻസ് ആണ് അല്ലേ? നമ്മുടെ ഒരാൾക്ക് ഇവിടെ ക്യൂർ ആയിട്ട് അവിടെ അപ്ലയൻസ്, അവർ എത്ര അപ്രിസിയേഷൻ അർഹിക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഓരോ ആൾക്കാരും ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളാണ്. അതിന് നമുക്ക് പിന്നെ എന്താ പറയാ, എത്ര പറഞ്ഞാലും മതിയാവില്ല. നമുക്ക് ഇത്ര പറഞ്ഞിട്ട് 100 കൂടുതൽ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കാരണം നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ, നമ്മുടെ ഓരോ വ്യക്തിത്വത്തിന്റെ, നമ്മുടെ ഓരോ വ്യക്തികളുടെ, നമ്മുടെ പോസിറ്റീവ് കൂട്ടായ്മയുടെ, അതിന്റെ ഒക്കെ ഒരു റിസൾട്ടാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാ ആഴ്ചയിലും നമ്മുടെ പിന്നെ നമുക്ക് മാക്സിമം എല്ലാ മാസത്തിലും ഇതൊരു സെഷൻ ചെയ്യാം. നമ്മൾ ഷാജി സാറിന് റിക്വസ്റ്റ് ചെയ്യാം, അദ്ദേഹത്തിന് ഓക്കെയാണ്, ചെയ്യും, നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ പറഞ്ഞില്ല, എല്ലാ സമയത്തും നമുക്ക് പ്ലാൻ പ്രസന്റേഷൻ അതുപോലെ ഒരുപാട് സെഷൻസ് ഉണ്ട്. നിങ്ങളുടെ നമ്മുടെ എക്സ്പ്രഷൻസ് പറയാൻ വേണ്ടി ഇതില്ലല്ലോ, അതും കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എവിടെയും കിട്ടൂല. എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കാണിക്കുകയാണ്, നമ്മൾ ഒന്ന് ജസ്റ്റ് കയറി നോക്കും, അവിടെ അങ്ങനെ കിട്ടൂല. 100% ഓക്കെയാണ്. നമുക്ക് ഓപ്പണായി സംസാരിക്കുന്ന പ്ലാറ്റ്ഫോം വേറെ എവിടെയില്ല. ഞാൻ ഇതിൽ വെസ്റ്റിൽ വരുന്ന കുറെയൊക്കെ കണ്ട് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എവിടെയും അവരിതാണ്, അവർ ചെയ്യുന്നത്, അവർ പറയുന്ന അവർ കാര്യം. പക്ഷെ ഇവിടെയല്ല, ഇവിടെ നമ്മളാണ്. നമ്മൾ ചെയ്യുന്നു, നമ്മൾ പറയുന്നു, നമ്മൾ ചെയ്യുന്നു, നമ്മൾ നേടുന്നു, എല്ലാം നമ്മൾക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ, നല്ലൊരു ഹെൽത്ത് വെൽത്ത് ഒക്കെ ഉണ്ടാവട്ടെ. വിഷ് യു വെൽത്ത്. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു സർ.